ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. കിടക്കട്ടെ ആകാശത്തൊരു 10,000 സ്തോത്രം. ഹല്ലേലൂയ. ചിലർ പറയും ഞാൻ 1,000,000 സ്തോത്രം ഒന്നിച്ച് പറഞ്ഞെന്ന്. അങ്ങനെയല്ല. അങ്ങനെ പറഞ്ഞു. പക്ഷെ കൂടുതലായിട്ടും സ്തോത്രം വായിൽ നിന്ന് അടർന്ന് വീഴണം. ദൈവം അനുഗ്രഹം എന്ന് പറയുകയല്ല. ഓരോ കാര്യത്തിലും അനുഗ്രഹം തന്നല്ലേ. ആരോഗ്യത്തിനും അനുഗ്രഹം തന്നു, വിദ്യാഭ്യാസത്തിനും അനുഗ്രഹം തന്നു, വീടിനകത്ത് അനുഗ്രഹം തന്നു. അവൻ ഒന്നിച്ചങ്ങ് അനുഗ്രഹം എന്ന് പറയുകയല്ല. ഓരോന്നിലും തന്നെങ്കിൽ നാമും ഓരോന്നിനും 1,000 സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. ഒരു ഫലിതം പറഞ്ഞിട്ട് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരിടത്തൊരു കൊച്ചൻ പഴയ കാലത്ത് ഈ 1 പൈസ ഉണ്ടായിരുന്ന കാലത്ത് 1 പൈസ എടുത്ത് അങ്ങ് ഒഴിഞ്ഞു. അയ്യോ അങ്ങ് പോയി, വായിലോട്ടിട്ട് അങ്ങ് പോയി, കരയാൻ തുടങ്ങി. അപ്പൻ ഒരു കാര്യം ചെയ്തു. അപ്പൻ്റെ പോക്കറ്റിൽ 1 പൈസ ഉണ്ടായിരുന്നു. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ് വെച്ച് പറഞ്ഞു, മോനെ വിഷമിക്കേണ്ടടാ. അയാൾ പൈലിങ്ങനെ ഒളിച്ചു വെച്ചിട്ട് പറഞ്ഞു, ആണ്ട് ഞാനിപ്പോൾ ഒരു മാജിക് കാണിക്കാൻ പറഞ്ഞു, ക്രിം 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 നമ്മൾ ചെവിക്കകത്ത് തോന്നിഞ്ഞെടുത്ത്. കണ്ടോ ഇത്? കൊച്ചു പറഞ്ഞു, അയ്യോ അത് വലിയ അത്ഭുതമാണല്ലോ. കൊച്ചൻ ആ 1 പൈസ വാങ്ങിച്ചിട്ട് രണ്ടാമത് വിളിക്കിട്ട് പറഞ്ഞു, ഒന്നുകൂടെ എടുത്തേ. ഇല്ലേ, ഒരബദ്ധം കാണിക്കുന്നത് അബദ്ധമാണ്, രണ്ടാമത്തെ അബദ്ധം കാണിക്കുന്നത് ഭോഷത്വമാണ്. അങ്ങനെ കാണിക്കാൻ പാടില്ല കേട്ടോ. ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന പ്രസംഗം, ആശയം നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു വിത്ത് പോലെ കിടക്കട്ടെ. അസാധ്യത്തെ സാധ്യമാക്കിയെടുക്കുവാനുള്ള കഴിവ്, കൃപ നിങ്ങൾക്ക് ലഭിക്കട്ടെ. ഇന്നത്തെ എൻ്റെ പ്രസംഗ വിഷയം അസാധ്യമേ വഴിമാറുക. ചിലർക്ക് ചോദിക്കും, വിശ്വാസം അല്ലാതെ വേറെ ഒന്നും പറയാനൊക്കത്തില്ല. ഞാൻ വിശ്വാസം മാത്രമല്ല പറയും, നിങ്ങളതാ കേൾക്കുന്നത്. ഞാൻ വിശ്വാസവും വിശുദ്ധിയും പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അധികവും കേൾക്കുന്നത് വിശ്വാസത്തെ പറ്റിയാണ്. പക്ഷേ രണ്ടും കൂടെ കേൾക്കണം, വിശ്വാസവും വിശുദ്ധി. അസാധ്യമേ വഴിമാറുക. നാം രക്ഷിക്കപ്പെട്ട് കൽപ്പനപ്രകാരം ജീവിക്കുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അവൻ പറയുന്നതെല്ലാം അനുസരിക്കുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എങ്കിലും ഞാൻ പറയട്ടെ, വേദനയോടെ പറയട്ടെ, നാം ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് പല പ്രയാസങ്ങൾ വരാം. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിനകത്ത് 22-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നു, യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, അക്കരയ്ക്ക് പോയാട്ട്. അവർ പോയില്ല. വേദപുസ്തകം പറയുന്നവരെ നിർബന്ധിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരായിട്ടും ഈ സന്ധ്യയ്ക്ക് പോകാൻ അവർ നിർബന്ധിക്കുന്നത്. അയ്യോ ഈ രാത്രി പോയാലും ഇങ്ങനെ പ്രയാസങ്ങളുണ്ടല്ലോ, വലിയ കാറ്റുണ്ടാവുമല്ലോ, ആണ്ട് എൻ്റെ വീട്ടുകാർ പറയുന്നു പോകരുതെന്ന്. പല പ്രശ്നങ്ങൾ, അതുകൊണ്ട് അവർ നിർബന്ധിക്കേണ്ടി വന്നു. ചില കാര്യത്തിനകത്ത് യേശുവിനും നമ്മളോടും എന്നോടും നിങ്ങളോടും നിർബന്ധിക്കേണ്ടി വന്നെന്ന് വരാം. പക്ഷെ വേണ്ട ആവശ്യമില്ല. ശിഷ്യന്മാരെ നിർബന്ധിച്ചെങ്കിൽ നമ്മുടെ കർത്താവും അനുസരിക്കുന്നവരെ നിർബന്ധിക്കുന്നു. ഒരിക്കൽ അനുസരിച്ചെങ്കിലേ അടുത്ത കാര്യത്തിനകത്ത് നിങ്ങൾ ദൈവം പറയത്തുള്ളൂ. അത് ഇന്നത്തെ എൻ്റെ വിഷയമല്ല. ഇങ്ങനെ പറഞ്ഞിട്ട് യേശു പ്രാർത്ഥിക്കാനായിട്ട് പോയി. അവർ നടുക്കടലിലെത്തിയപ്പോൾ യേശു പർവ്വതത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, മലമുകളിൽ. യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ നടുക്കടലിലെത്തിയപ്പോൾ കാറ്റ് പ്രതികൂലമായി തിരമാലകൾ വന്നു. ശിഷ്യന്മാർ വലഞ്ഞു എന്ന് 24-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നു. നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഈ പ്രയാസങ്ങളൊക്കെ നമുക്കും ഉണ്ടാകും എന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ. യേശു ക്രിസ്തുവിൻ്റെ സമയത്ത് തന്നെ പത്രോസിൻ്റെ അമ്മായിയമ്മയ്ക്ക് പനി വന്നു. പനി കൂടി മരിക്കാറായി കിടക്കുകയാണ്, അല്ലേ? അപ്പോൾ നമുക്കും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. യേശുവിൻ്റെ സ്നേഹിതൻ ലാസർ മരിച്ചു. അതും നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടായെന്ന് വരാം. ശിഷ്യന്മാർക്ക് വിശന്നു. ഇതൊക്കെ നമുക്കുണ്ടായെന്ന് വരാം. എതിർപ്പുകളൊക്കെ ഉണ്ടായി. ഇത് ഒന്നിച്ചോ ഓരോന്നായിട്ടോ നമ്മുടെയും ജീവിതത്തിനകത്ത് വരാം. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്ത പ്രശ്നങ്ങൾ, പനി, മരണം, പട്ടിണി, പ്രയാസം, ഇതൊക്കെ നമ്മളെ നോക്കി പല്ലിടിച്ചെന്ന് വന്നേക്കാം. അവിശ്വാസികൾ പരിഹസിച്ചെന്ന് വന്നേക്കാം. വിശ്വാസികളും പരിഹസിച്ചു വന്നേക്കാം. ഞാനിവിടെ ഈ കെട്ടിടം പണിയുന്ന സമയത്ത് ഓഫീസ് കെട്ടിടത്തിൽ നിന്നാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്, നിങ്ങളോട് സംസാരിക്കുന്നത്. ഇത് പണിയുന്ന സമയത്ത് ആദ്യം തുടങ്ങി, നിർത്തി. എതിർപ്പ് വന്നപ്പോൾ നിർത്തി. രണ്ടാമതും തുടങ്ങി, പിന്നെയും നിർത്തി. അന്നേരം 1-2 പേര് പറഞ്ഞു, ഇപ്പോൾ PG പരിശോധന അത്രയും വലിയ വിശ്വാസം ഇനി നടക്കത്തില്ല. പണ്ടും അതുപോലെ പലപ്പോഴും പറഞ്ഞാണ്. അതെ, എൻ്റെ ചില പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെന്ന് വരാം. പക്ഷേ എൻ്റെ 10-നകത്ത് 6 പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നു. ഇതൊന്നും കിട്ടാതെ വന്നാലോ? ഞാൻ പറയാറുണ്ട്, ഞാൻ പ്രാർത്ഥിക്കും, ഒരു രോഗിയും സൗഖ്യമായില്ലെങ്കിലും ഞാൻ യേശു ക്രിസ്തു സൗഖ്യമാക്കുന്നു എന്ന് തന്നെ പറയും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? നാം നമ്മുടെ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് പോകണം. നമ്പർ 1, ദൈവത്തിൻ്റെ വചനത്തിലേക്ക് പോകണം. എന്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല? 2, നമ്മുടെ ഹൃദയം പരിശോധിക്കണം. എൻ്റെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും കാര്യങ്ങളുള്ളത് കൊണ്ടാണോ? 3-ാമത്തെ കാര്യം, ഈ പ്രശ്നങ്ങളൊക്കെ ദൈവത്തിൽ നിന്നാണോ അതോ പിശാചിൽ നിന്നാണോ അതോ സാഹചര്യം അങ്ങനെ വന്നതുകൊണ്ടാണോ? ദൈവത്തിൽ നിന്നാണെങ്കിൽ 1, ഇത് ദൈവിക പദ്ധതിയാണെങ്കിൽ നമ്മുടെ ശുദ്ധീകരണമായിരിക്കണം അവൻ്റെ ലക്ഷ്യം.
അല്ലെങ്കിൽ ദൈവം നമ്മളെ ഏതെങ്കിലും ഒരു പാഠം പഠിപ്പിക്കാൻ ശ്രമിക്കുകയായിരിക്കാം. 3, ദൈവം നമ്മളെ വിശ്വാസത്തിനകത്ത് ഉറപ്പിക്കുവാൻ നോക്കുകയായിരിക്കാം. രണ്ടാമത്തെ കാര്യം, നമ്മൾ പാപമോ അശുദ്ധിയോ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ ഇത് വല്ലതും ഉണ്ടെങ്കിൽ ഇതെ പെറുക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. കൊച്ചുനാൾ എൻ്റെ കൊച്ചുനാൾ ഇപ്പോൾ വലിയ നമുക്ക് അരിയൊന്നും അങ്ങനെ വലുതായിട്ട് അരിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ കൊച്ചുനാളിലൊക്കെ അരി വാങ്ങിച്ച് കഴിയുമ്പോൾ അവിടെ വീട്ടിൽ തന്നെ കുത്തുന്ന അരിയാണെങ്കിലും അതിനകത്ത് കല്ല് കാണും. അപ്പോൾ അതിനകത്ത് അരിക്കും. എനിക്ക് അരി അരിക്കാൻ നല്ലതുപോലെ അറിയാം. സംശയമുള്ളവർ എൻ്റെ കയ്യിൽ എഴുതി തന്നാട്ട് വീട്ടിൽ വരുമ്പം ഞാൻ അതിനകത്ത് അരിച്ച് കാണിക്കും. ഒരൊറ്റ കല്ലുണ്ടെങ്കിലും കണ്ടുപിടിക്കുകയാണ് അരിക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും കല്ലുണ്ടെങ്കിൽ, എന്തെങ്കിലും വൃത്തികേടുണ്ടെങ്കിൽ, എന്തെങ്കിലും പാപമുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ദൈവം ശ്രമിക്കും. എന്താ കാര്യം? ഇതുണ്ടെങ്കിൽ പിശാചിന് പ്രവർത്തിക്കുവാൻ, അവന് കാലുറപ്പിച്ച് നിൽക്കുവാൻ, അവന് അവകാശം പറയുവാൻ പഴുതുണ്ട്. ഈ പഴുതുകൾ അടച്ചിട്ട് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ അനുഗ്രഹം ഒഴുകി വരത്തുള്ളൂ. അല്ലേ? ചിലപ്പോൾ നമ്മുടെ വീട്ടിനകത്ത് കറണ്ട് അങ്ങ് പോകും. അപ്പോൾ നമ്മൾ അടുത്ത വീട്ടിലോട്ട് നോക്കും കറണ്ട് ഉണ്ടോയെന്ന്. അവിടെ കറണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ വരാത്തതിന് എന്തെങ്കിലും കാരണങ്ങൾ അത് മെയിൻ ലൈനിലായിരിക്കും. എന്നാൽ നമ്മുടെ മുറിയിലെ ലൈറ്റ് എല്ലാം കത്തുന്നുണ്ട്, എന്നാൽ ഒരിടത്തെ ലൈറ്റ് കത്തുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അതിന് ആ ഭാഗത്തേക്കുള്ള കറണ്ട് അല്ലെങ്കിൽ ബൾബ് ഫ്യൂസ് ആയതായിരിക്കാം. അപ്പോൾ അതിൻ്റെ കാരണം കണ്ടുപിടിക്കണം. ഹല്ലേലൂയ. 1, നമ്മൾ ഈ പഴുതുകൾ അടച്ചിട്ട് പ്രാർത്ഥിക്കണം, വിശ്വാസത്താൽ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഉദ്ധരിച്ച് പ്രാർത്ഥിക്കണം. പിശാചിനെ തോൽപ്പിക്കുന്നത് 3 കാര്യങ്ങൾ കൊണ്ടാണ്. 1, നമ്മുടെ വിശ്വാസം. 2, ദൈവത്തിൻ്റെ വചനം ഉദ്ധരിച്ചിട്ട്. 3, യേശുക്രിസ്തുവിൻ്റെ രക്തം. ഇതിനാൽ 3-നകത്തും നമുക്ക് രക്ഷ കിട്ടും, വിടുതൽ കിട്ടും. ചിലത്തൊക്കെ ചില ദിവദാസന്മാരൊക്കെ ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്ക് ചില പിശാച് കൊണ്ടിരുന്നു, അയ്യോ തീ ദൈവത്തിന് ദാസം വരുന്നു, ദൈവത്തിന് തീ. ഇതൊക്കെ കൊച്ചു പിശാചാണ് കേട്ടോ, വലിയ പിശാച് ഒന്നും പോകത്തില്ല. ചിലരൊക്കെ പ്രാർത്ഥിക്കാണ്ടിരിക്കുന്ന സമയത്ത് വേദപുസ്തകം കൈ കൊടുക്കുന്നത് കണ്ടുണ്ട്. വേദപുസ്തകം തന്നെ നല്ല പിശാചിൻ്റെ കൊടുക്കാൻ വേദപുസ്തകം മറിച്ച് ദൂരെ കളയും. ചിലർ കുരിശു കൊടുക്കുന്നതാണോ, അത് കുരിശു എടുത്ത് ദൂരെ എറിയും. ഇതൊന്നും അല്ല കേട്ടോ, ഇതൊന്നുമല്ല. 3 കാര്യങ്ങൾ. 1, വിശ്വാസം. 2, വചനം. വേദപുസ്തകമല്ല, അതിനകത്ത് വചനം. 3, രക്തം, യേശുക്രിസ്തുവിൻ്റെ രക്തം. അസാധ്യത്തെ സാധ്യമാക്കുവാൻ നമുക്ക് വിശ്വാസവും വേണം, ദൈവത്തിൻ്റെ വചനവും വേണം. വിശ്വാസത്തിന് പല അളവുകളുണ്ട്, പല പടികൾ ഉണ്ട്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും 10ാം നിലയിലേക്ക് പോകുന്നത് പോലെ, അല്ലെങ്കിൽ 0-യിൽ നിന്നും ഏറ്റവും ടോപ്പിലേക്ക് പോകുന്നത് പോലെ, ഇതാ ചില പടികൾ പറയാൻ പോവുകയാണ്. വിശ്വാസത്തിന് 10 പടികൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ, സമയമുണ്ടെങ്കിൽ. 1, വിശ്വാസമില്ല, 0 ഫെയ്ത്ത്. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 35 മുതൽ 41 വരെ വായിക്കട്ടെ. 4-ാം അധ്യായം 35 മുതൽ. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാം എന്ന് യേശു അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ടു താൻ ഇരുന്ന വഞ്ചിയിൽ തന്നെ അവരെ അക്കരയ്ക്ക് കൊണ്ടുപോയി. മറ്റു ചെറു വഞ്ചികളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി, വഞ്ചിയിൽ തിര തള്ളി കയറുകൊണ്ട് അത് മുങ്ങുമാറായി. യേശു അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരോ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്താ? നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. വലിയ കൊടുങ്കാറ്റ്. 37-ാമത്തെ വാക്യം. ഹല്ലേലൂയ. യേശുക്രിസ്തുവും 12 ശിഷ്യന്മാരും ഒരു പടകിനകത്ത്, ഒരു വഞ്ചിയിൽ, ഒരു വള്ളത്തിൽ കയറി. നിങ്ങളിപ്പോഴും യെരൂശലേമിൽ ചെല്ലാമെങ്കിൽ യേശു അന്ന് കയറിയ കാലത്തുള്ള അതേ നൂറ്റാണ്ടിലുള്ള ഒരു വള്ളം ഈ കുറച്ച് ഒരു 10-20 വർഷത്തിന് മുമ്പ് കണ്ടുകിട്ടിയിട്ടുണ്ട്. യേശു കയറിയ വള്ളം തന്നെയാണോ? ആയിരിക്കാം, അല്ലായിരിക്കാം. നമ്മളതിന് പോയി തൊഴേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ആയിരിക്കാം. പക്ഷേ എങ്കിൽ നമുക്കത് കാണുമ്പോൾ അറിയാം, ഇത്രയുള്ള ഒരു വള്ളത്തിനകത്താണ് ഇവർ 13 പേര് കയറിയത്. അങ്ങോട്ട് പോകുന്ന സമയത്ത് വലിയ ഒരു ചുഴലിക്കാറ്റ് വന്നു. ആ വലിയ ചുഴലിക്കാറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു മീൻ പിടിക്കുന്ന മുക്കോടൊക്കെ ചോദിച്ചാൽ അറിയാം, അവർക്ക് ഏറ്റവും പേടിയുള്ളത് കടലിൻ്റെ നടുക്കുള്ള ചുഴലിക്കാറ്റ്. ആ ചുഴലിക്കാറ്റ് വരാമെങ്കിൽ ഈ വള്ളം നേരെ ചെന്നിട്ട്, ഇങ്ങനെ പോകുന്ന വള്ളം ചെന്നിട്ട് കറങ്ങി അടിച്ചിട്ട് ഇതുപോലെ അങ്ങ് മുങ്ങിപ്പോകും. ഒരു വലിയ പേടിയാണ്. വലിയ ചുഴലിക്കാറ്റുണ്ടായി. ശിഷ്യന്മാർ ഭയന്നു. യേശു എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് സംസാരിച്ചു, കൽപ്പന കൊടുത്തു, അടങ്ങിയിരിക്കുകയാണ്.
നമ്മളെയും പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് പറയണം, കൽപ്പിക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കണം. കടലിനോട് കൽപ്പിക്കാം, കാറ്റിനോട് കൽപ്പിക്കാം, രോഗത്തോട് കൽപ്പിക്കാം, എന്തിനോടും കൽപ്പിക്കാം. ഞാൻ ഒരിക്കൽ കുറച്ച് സഹോദരിമാരുമായിട്ട് പർവ്വതത്തിലോട്ട് പോവാണ്, കാശ്മീരിൽ വെച്ച്. ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന സമയത്താണ് ഒരു ഇടയന്മാരുടെ പട്ടി, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകത്തില്ല, ആട്ടിടയന്മാരുടെ പട്ടി ഭയങ്കരമാണ്, അത് വിടത്തില്ല കേട്ടോ, കടിച്ചു. അതിങ്ങോട്ട് വന്നു, ഞാനും ഭയന്നു പോയി. എൻ്റെ സാധാരണ വടി ഉണ്ടായിരിക്കണ്ടേ, പർവ്വതം കയറുന്നവരിൽ എല്ലാവരുടെയും ഒരു വടി കാണും. പക്ഷെ അന്ന് ഞാൻ എൻ്റെ വടി ഇല്ലാതായിപ്പോയി. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ ആ പട്ടി ഇങ്ങോട്ട് കുറച്ച് വന്നൊരു ഒരു കയ്യാലയുള്ളത്. ഞാൻ അവിടെ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ നില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്നു. എൻ്റെ കൂടെ വന്ന സഹോദരിമാരും അത് കണ്ടു, അവരും ഭയന്നു പോയി. നമ്മുടെ വിശ്വാസികളാണ്. ഞാൻ നിങ്ങളൊക്കെ പറയും, നിങ്ങൾക്ക് അത് എപ്പോഴും ഞാനത് ചെയ്യണമെന്ന് ഉണ്ടോ? പക്ഷേ എങ്കിലും നിങ്ങളൊന്ന് ചെയ്തു നോക്കണം. പാമ്പിനെ ഞാൻ ഓടിച്ചിട്ടുണ്ട്. പാമ്പ് വരുമ്പോഴും നിന്നുകൊണ്ട് പറഞ്ഞു, പാമ്പ് ഓടിക്കഴിഞ്ഞാൽ പുറകെ വരാം. ഞാൻ നിമിഷം പോയി കർത്താവേശ്വരൻ്റെ നാമത്തിൽ വിളിക്കുക. നിങ്ങളൊരു കഥ കേട്ടിട്ടുണ്ടോ? ഒരു ദൈവദാസൻ കാളയെടുക്കെ പറഞ്ഞപ്പോൾ കാള നിന്നത് നിങ്ങൾ കേട്ടിട്ടുള്ള കഥയാണ് അല്ലേ? നിങ്ങളൊക്കെ പറയണം, നിങ്ങളുടെ പ്രശ്നത്തോട് നിങ്ങൾ പറയണം. യേശു എന്ത് സംഭവിക്കണമോ അത് പറഞ്ഞു. അവൻ സംസാരിച്ചു. 39-ാമത്തെ വാക്യം, വലിയ ശാന്തത. ഞാൻ പല പ്രാവശ്യം പ്രസംഗിച്ചിട്ടുള്ളൊരു വിഷയമാണ്. വലിയ ചുഴലിക്കാറ്റ്, വലിയ കൊടുങ്കാറ്റ്, വലിയ ശാന്തത. നിന്റെ പ്രശ്നം ചെറുതാണെങ്കിൽ നിനക്ക് കിട്ടുന്ന അത്ഭുതവും ചെറുതാണ്. പക്ഷേ നിന്റെ പ്രശ്നം വലുതാണെങ്കിൽ നിനക്ക് കിട്ടുന്ന വിടുതലും വലുതായിരിക്കും. നിന്റെ പ്രശ്നം വളരെ വലുതാണെങ്കിൽ നിനക്ക് കിട്ടുന്ന അത്ഭുതവും വളരെ വലുതായിരിക്കും. 40-ാമത്തെ വാക്യം, യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ എന്താ, നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞാൽ വിശ്വാസം ഇല്ലാത്ത സീറോ ഫെയ്ത്ത്. യേശുക്രിസ്തുവിൻ്റെ കൂടെ 1 വർഷം നടന്നിട്ടും അവർക്ക് വിശ്വാസമില്ല. യേശുക്രിസ്തുവിൻ്റെ വചനം കേട്ടിട്ടും അവർക്ക് വിശ്വാസമില്ല. യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളൊക്കെ കണ്ടിട്ടും, ആദ്യത്തെ 1 വർഷം ഒത്തിരി അത്ഭുതങ്ങളാണെന്ന്, 2-ാമത്തെ വർഷത്തിലാണ് കൂടുതൽ നടന്നത്. പക്ഷേ എന്നിട്ടും അവർക്ക് വിശ്വാസമില്ല. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, ചിലപ്പോൾ എൻ്റെയും നിൻ്റെയും വിശ്വാസം 0 ആയെന്ന് വരാം. വിഷമിക്കേണ്ട ആവശ്യമില്ല. എൻ്റെയും നിൻ്റെയും വിശ്വാസം, കുഞ്ഞ് രോഗിയായി കഴിയുമ്പോൾ, പൈസ ഇല്ലാതിരിക്കുന്ന സമയത്ത്, മകൾക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടാതെ വരുന്ന സമയത്ത്, ഈ സ്ത്രീക്ക് ഒരു കാലത്തും കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല എന്ന് പറയുന്ന സമയത്ത്, ഒരു പുരുഷൻ ഇനി ഒരു കാലത്തും മക്കളുണ്ടാകത്തില്ല എന്ന് പറയുന്ന സമയത്ത്, ഇതൊക്കെ സംഭവിക്കാം. എനിക്ക് ഓർമ്മ വരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഒന്നാലും ഒന്നുകൂടെ കേട്ടാട്ടെ, അധികം പറഞ്ഞിട്ടില്ലാത്തൊരു സംഭവം അതാണ്. ഞാൻ ഒരിക്കൽ ദോഹയിൽ പോയി, ആദ്യത്തെ പ്രാവശ്യം. കരിയിലമുക്കിന്, ചെങ്ങന്നൂർ കരിയിലമുക്കിനുള്ള തങ്കപ്പൻ അങ്കിളുണ്ട്, അദ്ദേഹമാണ് എന്നെ കൊണ്ടുപോയത്. ഞാൻ കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തെ പോയി കണ്ടു, സുഖമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് പോയി കണ്ടു. അദ്ദേഹം ഇപ്പോഴും ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പോഴും ഉണ്ട്, അവർക്കറിയാം കഥ. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞു. ഓരോരുത്തരും എല്ലാവർക്കും പ്രാർത്ഥിക്കും. വളരെ കുറച്ച് പേർക്ക് മാത്രം എൻ്റെ വീട്ടിൽ വന്ന്, ഞാൻ താമസിക്കുന്ന വീട്ടിൽ വന്ന് കാണാൻ സമയം കൊടുക്കും. അവർക്ക് സമയമൊക്കെ ക്ലിപ്പിത് ചെയ്തു. 8 മുതൽ 8:30 വരെ, 8:30 മുതൽ. അപ്പോൾ എൻ്റെയൊക്കെ പറഞ്ഞു, എൻ്റെ ബന്ധുവായ ഒരാളും ഭാര്യയും കൂടെ വരും. അവർക്ക് ഞാൻ കൂടുതൽ സമയം കൊടുത്തിരിക്കുകയാണ്. കാരണം അവർ റിലേറ്റീവ്സാണ്, അവരുടെ പ്രശ്നം ഇച്ചിരി കട്ടിയാണ്. ഞാൻ പറഞ്ഞു വരട്ടെ. അവർ വന്നു, 2 പേരും നല്ല വണ്ണമുള്ള ഒരു പുരുഷനും ഒരു സ്ത്രീയും കൂടെ വന്നു. അവർ 2 കൂടെ വന്നിരുന്നു. ഇരുന്നപ്പോഴേ കസേരയൊന്ന് കരഞ്ഞ്, ഒരു സോഫ ഒന്ന് കരഞ്ഞ്, കാരണം 2 പേർക്ക് നല്ല വണ്ണമുണ്ട്. ഞാൻ എന്താ പ്രശ്നം? അവർ 2 പേരും ക്വാളിഫൈഡ് ലാബ് ടെക്നീഷ്യൻസാണ്. 6 മാസത്തെ കോഴ്സ് പഠിച്ചവരല്ല, ഡിഗ്രി എടുത്തവരാണ്. 2 പേർക്കും മക്കളില്ല, ഭാര്യയ്ക്കും ഭർത്താവിനും മക്കളില്ല. ഭർത്താവിൻ്റെ ഒക്കെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ബീജത്തിൻ്റെ കണക്ക് 0ആണ്, പുരുഷ ബീജം 0ആണ്, 0. അവർ ലാബ് ടെക്നീഷ്യൻസാണ്, അവർക്കറിയാം. പറഞ്ഞുണ്ടാകുന്ന പ്രശ്നമേ ഇല്ല. പക്ഷേ അങ്കിളിൻ്റെ പ്രസംഗം കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായി, പ്രാർത്ഥിച്ചാൽ കിട്ടിയെങ്കിലോ. കാരണം ഞാൻ പലരുടെയും കഥകൾ പറഞ്ഞു. അപ്പോൾ അത് പറയുന്നതൊക്കെ അവർ കേട്ടോ. ഞാൻ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വേണ്ടി പ്രാർത്ഥിക്കാൻ പോകാം. എനിക്കും ലില്ലിക്കും കുഞ്ഞുങ്ങളുണ്ടാകത്തില്ലായിരുന്നു. മരുന്ന് കഴിച്ചാൽ എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായേക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ലില്ലിക്കുണ്ടാകുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഒരു സഹോദരി വന്ന് പ്രാർത്ഥിച്ചിട്ട് പ്രവചിച്ചിട്ട് പറഞ്ഞു, ഒരു പാസ്റ്ററുടെ ഭാര്യ, CSIക്കാരനായ ഒരു പാസ്റ്ററുടെ ഭാര്യ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നീ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച ഒരു സ്ത്രീ പ്രവചിച്ച് പറഞ്ഞു, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും, നിനക്കൊരു ആൺസന്താനം ജനിക്കും, അവൻ എൻ്റെ വേല ചെയ്യും. അതൊക്കെ പറയുന്നതൊക്കെ കിട്ടിയെങ്കിൽ അവർക്ക് വിശ്വാസമുണ്ട്. വിശ്വാസം എങ്ങനെ വരുന്നത്? കേൾവിയാൽ വരുന്നു. പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കാം. അപ്പം ഞാനൊരു കഥ പറഞ്ഞു, ഒരു സംഭവ കഥ പറഞ്ഞു. ഞാനൊരിക്കൽ ബസ്തറിൽ പോയി. ബസ്തർ എന്ന് പറയുന്ന അന്ന് ഇപ്പോഴത്തെ സ്റ്റേറ്റായി, ഒരു ഡിസ്ട്രിക്റ്റാണ്. അന്നത്തെ കാലത്ത് കേരളത്തെക്കാൾ വലുതാണ് ബസ്തർ ഡിസ്ട്രിക്റ്റ്, ആദിവാസികളുടെ നാടാണ്.
ഞാൻ അവിടെ പോയിട്ട് മീറ്റിംഗ് നടത്തി. മത്തീച്ചരൻ എന്ന് പറഞ്ഞ ഒരു ദൈവദാസൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് മീറ്റിംഗ് നടത്തി. അത്ഭുതങ്ങളുടെ പ്രവാഹമായിരുന്നു. ഒരു ദിവസം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്, അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട് ബസ് കയറണം. മീറ്റിംഗ് കഴിഞ്ഞു, ആഹാരം കഴിച്ചു, അവിടെ മുമ്പോട്ട് 10-20 പേര് കൂടിയുമുണ്ട് പ്രാർത്ഥിക്കാനാണ്. അപ്പോൾ എൻ്റെ പാസ്റ്റർ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ നിൽക്കാൻ സമയമില്ല, എളുപ്പം തലയിൽ കൈവച്ചാട്ടെ. നോക്കിയപ്പോഴാണ് ഒരു സ്ത്രീ ഇരുണ്ട നിറമുള്ള ആദിവാസികളുടെ നടുക്ക് അപ്പുറത്ത് പുറകിലായിട്ട് ഇച്ചിരി നല്ല വെളുത്ത ഒരു സ്ത്രീ നിൽക്കുന്നു. മറ്റൊരുക്കത്തിൽ ഞാൻ ചോദിച്ചു, എന്താ കാര്യം? പറഞ്ഞു, മക്കളില്ല. ഞാൻ ചോദിച്ചു, ആൺകൊച്ചു വേണോ പെൺകൊച്ചു വേണോ? ആ സ്ത്രീ എൻ്റെ പ്രസംഗം തുടർച്ചയായിട്ട് കേൾക്കുകയായിരുന്നു. മുസ്ലിം സ്ത്രീയാണ്. അവർ പറഞ്ഞു, എന്തായാലും ഫ്രീ ആയിട്ട് കിട്ടുമല്ലയോ, ആണും ആയിക്കോട്ടെ പെണ്ണും വേണം, രണ്ടും വേണം. ഞാനവരുടെ വിശ്വാസം കണ്ടു. ഞാനവിടെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. ഏകദേശം 3-4 വർഷം കഴിയുമ്പോൾ ഞാൻ വീണ്ടും അവിടെ ചെന്ന് യാതൊരു മസിച്ചറിൻ്റെ വീട്ടിൽ ചെന്നു. ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ ചോദിച്ചു, മസിച്ചറിന് ഇങ്ങനെ ഒരു സ്ത്രീക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചായിരുന്നല്ലോ, കാരണം അവരുടെ അസാധാരണ വിശ്വാസം. പക്ഷേ അവരോ അവർക്ക് പ്രാർത്ഥിച്ചാണ്ട് ഇന്ന് അവർക്ക് സ്നാനമാണ്, ഇന്ന് അവരുടെ സ്നാനമാണ്. ഉച്ചകഴിയുമ്പോൾ നമുക്ക് സ്നാനപ്പെടുത്താനായിട്ട് പോകണം. അവർക്ക് ആൺകൊച്ചും ഉണ്ടായി പെൺകൊച്ചും ഉണ്ടായി. നീയും വിശ്വാസം സംസാരിക്കണം കേട്ടോ. അത് കേട്ടിട്ട് നിൻ്റെ സീറോ ഫെയ്ത്ത് നിന്റെ എപ്പോഴെങ്കിലും ആയിപ്പോയി കഴിഞ്ഞാൽ എന്തു ചെയ്യണം? വിശ്വാസം ജന്മമെടുക്കണം, അത് ജനിക്കണം. വിശ്വാസം വിത്താണ്. റോമർക്കെഴുതിയ ലേഖനം ഞാൻ ഏറ്റവും കൂടുതൽ ഉദ്ധരിച്ചിട്ടുള്ള വാക്യങ്ങളൊന്നാണ്. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ക്രിസ്തുവിൻ്റെ വചനം കേൾക്കണം, വചനം കേൾക്കണം. അവൻ്റെ വചനം. ഞാനൊരു ഹോംവർക്ക് തരട്ടെ. നിങ്ങളുടെ ഒരു വേദപുസ്തകം ഉണ്ടോ? യേശു ക്രിസ്തുവിൻ്റെ വചനം മാത്രം ചുമന്ന അക്ഷരത്തിൽ പ്രിൻ്റ് ചെയ്തിട്ടുള്ള അച്ചടിച്ചിട്ടുള്ള വേദപുസ്തകം ഇല്ലെങ്കിൽ ഒരെണ്ണം വാങ്ങിക്കണം. പഴയ നിയമത്തിലേതും ഉള്ളതുണ്ട്, ഒന്നുമല്ലെങ്കിൽ പുതിയ നിയമമെങ്കിലും ചുമന്ന അക്ഷരമുള്ളൊരു പുസ്തകമാണ്. എന്നിട്ട് യേശു പറഞ്ഞ വചനം മാത്രം ഒന്ന് വായിച്ചു പോയിട്ട് നല്ല രസമാണ് കേട്ടോ, ഒന്ന് വായിച്ചു പോകണം. ഹല്ലേലൂയ. വേദം പറയുകയാണ്, വിശ്വാസം കേൾവിയാൽ വരുന്നു, കേൾവിയാൽ വരുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രസംഗിച്ചൊരു വിഷയമാണ്, അതുകൊണ്ട് ആ ഭാഗത്തേക്ക് വരുന്നില്ല. ഇല്ലാത്തടത്ത് വരുന്നു. വചനം വിത്താണ്. ഹല്ലേലൂയ. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങൾ. 4, 15, 16. വചനം വിതച്ചിട്ട് വഴിയരികെ വീണത് കേട്ട ഉടനെ സാത്താൻ വന്ന് ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്ത് കളയുന്നു. അങ്ങനെ തന്നെ പാറസ്ഥലത്ത് വീണ് വിതച്ച വചനം കേട്ട ഉടനെ സന്തോഷം. എന്താണ് വചനം? അതാണ് വിത്ത്. നമ്മുടെ ഹൃദയത്തിൽ വീഴുന്ന വചനം വിത്താണ്. അതിനെ നമ്മൾ വളരാൻ അനുവദിക്കണം, നല്ല മണ്ണാക്കി കൊടുക്കണം. ഹല്ലേലൂയ. വചനം വിതയ്ക്കണം. ചിലത് വഴിയരികെ വീണു. 15-ാമത്തെ വാക്യം. സാത്താൻ വന്ന് അത് പൊറുക്കിക്കൊണ്ട് പോയി. ചിലർ കൺവെൻഷന് പോയി കഴിയുമ്പോൾ ഇറങ്ങി വരുമ്പോഴും അതുപോലെ. ചിലർ വേറെ എവിടെയെങ്കിലും ഒരു പ്രസംഗം കേൾക്കാൻ പോയി കഴിയുമ്പോൾ എവിടെ എൻ്റെ പ്രസംഗം കേട്ടൊരു ഭാര്യയും ഭർത്താവും കൂടെ വീട്ടിൽ പോവുകയാണ്. ഡൽഹിയിലാണ്. വീട്ടിലോട്ട് പോകുന്ന സമയത്ത് ഡൽഹിയിലാണ്. അങ്ങോട്ട് പോകുന്ന സമയത്ത് ഭാര്യ ഭർത്താവിൻ്റെ ഒക്കെ ചോദിച്ചു. ഭാര്യ വിശ്വാസിയാണ്, ഭർത്താവിന് അങ്ങനെ വിശ്വാസമുള്ള കൂട്ടത്തിലല്ല, വിശ്വാസമുള്ളവരോട് അത്ര വലിയ രസമല്ല. ചോദിച്ചു, ഇന്നത്തെ പ്രസംഗം അങ്ങനെയുണ്ട്. എന്നെ ആരും ഉപദേശിക്കേണ്ട, എന്നെ ഉപദേശിക്കുന്നത് ഇഷ്ടമല്ല. ഇന്നും ആ മനുഷ്യൻ അങ്ങനെയാണ്. ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, നിങ്ങൾ വഴിയരികെ വീഴുന്നതായി പോകരുത്, വിത്തകത്ത് വീഴാൻ അനുവദിക്കണം. ചിലത് പാറസ്ഥലത്ത് വീണു, ഉള്ളിൽ വേരില്ല. 17-ാമത്തെ വാക്യം. ഉപദ്രവം വരുന്ന സമയത്ത്, പീഡനം വരുന്ന സമയത്ത്, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ വരുമ്പോൾ അവരെ വേദപുസ്തകം വന്ന് ക്ഷണികന്മാരാ. വരുമ്പോഴത്തേക്ക് ആദ്യത്തെ പ്രായം കൈയടിക്കും. ഒരു ചെറുപ്പക്കാരൻ എൻ്റെ ഒരു മീറ്റിങ്ങിന് വന്നു. നല്ലപോലെ കൈയടിക്കുന്നു, നല്ലതുപോലെ കൈയടിക്കുന്നു. ഞാൻ ശ്രദ്ധിച്ചു, നല്ലപോലെ കൈയടിക്കുന്നു. അവസാനം എന്നെ കാണണമെന്ന് പറഞ്ഞ് എൻ്റെ അമ്മ പറഞ്ഞത് കൊണ്ട് വന്നതാണ്. ഗൾഫിലാണ്. എൻ്റെ അമ്മ പറഞ്ഞത് കൊണ്ട് വന്നതാണ്. അമ്മ പറഞ്ഞു, ഇവിടെ വന്ന് ബ്രദർ വർഗീസിൻ്റെ പ്രസംഗം കേൾക്കാമെങ്കിൽ ജോലി കിട്ടുമെന്ന് പറഞ്ഞ് ജോലിയില്ല. 14-ാമത്തെ ദിവസം പറയാം. ഈ 14 ദിവസം കൈ അടിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. ഞാൻ എന്തിനാ ഇങ്ങനെ കണക്കോട് അടക്കുന്നത്? അപ്പോൾ നീ വന്നത് കൈ അടിച്ചത് ജോലി കിട്ടാനായിരുന്നു അല്ലേ? അവനെ ആരാധിക്കുമായിരുന്നില്ല. ക്ഷണികന്മാർ ഇല്ല. ഹല്ലേലൂയ. നല്ല മണ്ണുണ്ടാകണം. 18-ാമത്തെ വാക്യം പറയുന്നു, മുള്ളിനിടയിൽ വീണത് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ ചിന്തകൾ, ധനത്തിൻ്റെ വഞ്ചന, മറ്റു പല വിഷയങ്ങളൊക്കെ വരും അല്ലേ. ആ പെണ്ണിനെ കെട്ടണം, അല്ലെങ്കിൽ എനിക്ക് ആ പുരയിടം വേണം, അല്ലെങ്കിൽ അവിടെ മുടിഞ്ഞു പോകണം. എനിക്ക് ചിലർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ശത്രുവിനെതിരായിട്ടൊന്ന് പ്രാർത്ഥിക്കാമോ, അവൻ മുടിഞ്ഞു പോകണം. ഒരു സഹോദരി എന്നൊക്കെ പറഞ്ഞു, അടുത്ത മീറ്റിംഗ് ബ്രദറിൻ്റെ മുഴുവൻ ഞാനാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. മീറ്റിംഗ് നടക്കാത്തതായിട്ടുള്ള റബ്ബർ തോട്ടത്തിനകത്ത്, വലിയൊരു റബ്ബർ തോട്ടത്തിനകത്ത് മീറ്റിംഗ് നടത്തുകയാണ്. ബ്രദറിൻ്റെ മീറ്റിംഗ് മുഴുവൻ. അവിടെ എൻ്റെ ഒരു കൂട്ടുകാരി, ഞാൻ MSc പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ പഠിത്തം മുടക്കിയ ഒരു അതിനെപ്പറ്റി കള്ളം പറഞ്ഞതാണ്. അതുകൊണ്ട് എൻ്റെ വീട്ടുകാർ പിന്നെ പഠിക്കാൻ പറ്റില്ല. പഴയ കാലത്ത് അങ്ങനെ കേട്ടോ, വിട്ടില്ല. അതുകൊണ്ട് അവളെ ഒന്ന് കുത്തി ഒന്ന് പറഞ്ഞേക്കണം, ഒന്ന് കൊള്ളട്ടെ. ഞാൻ പറഞ്ഞില്ല. ഈ അടുത്ത ദിവസം ഒരാൾ പറഞ്ഞു,
എൻ്റെ മോനും മരുമോളും കൂടെ എനിക്ക് ചോറ് തരുന്നില്ല, അവർക്കും ഉണ്ടല്ലോ 2 എണ്ണം, അവൻ അനുഭവിക്കും. ഞാൻ പറഞ്ഞു, അമ്മാമ്മ അങ്ങനെ പറയരുത് കേട്ടോ, അമ്മാമ്മ അങ്ങനെ പറയരുത്, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഇനി പറയുന്നത് കേട്ടോ, നിങ്ങൾ ശപിക്കുവാണെങ്കിൽ അവരെ അനുഗ്രഹിക്കപ്പെടാനാണ് സാധ്യത. കേട്ടിട്ടില്ല പറയുന്നത്, അവൻ വല്ല വണ്ടിക്കും പോയി അടയാവട്ടെ, എൻ്റെ ദൈവമേ അവനെ അങ്ങ് കൊല്ലണേ. കാരണം മോനായിരിക്കാം, മരുമോനായിരിക്കാം, അയൽക്കാരനായിരിക്കാം, അവൻ ദോഷം ചെയ്യുന്നത് കൊണ്ട് പറയും അവർക്ക് ദീർഘായുസ്സായിരിക്കും, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാട്ടെ, എന്തെങ്കിലും സംഭവിക്കാം. അവർക്ക് ദോഷം വരുമെന്നല്ല ഞാൻ ഈ പറഞ്ഞത്. ഒന്നും അല്ലെങ്കിൽ അവർ മാനസാന്തരപ്പെടും, അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിന് വ്യത്യാസം വരും. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയാലും മുള്ളിനിടയ്ക്ക് വീണതായി പോകരുത്. ഒരു ദിവസം എന്നെ കാണാൻ ഞാൻ പട്ടാളത്തിലായിരിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ഓഫീസർ ശർമ്മയാണ്. അദ്ദേഹം ഓഫീസറാണ്, സുബേദാർ ശർമ്മ JCO ആണ്. ഞങ്ങളൊന്നിച്ചായിരുന്നു. അദ്ദേഹം ഓഫീസർ, ഞാൻ ഹവിൽദാർ. ജോലിയായിട്ട് ചെയ്യുകയാണ്. ഞാൻ 3 കൊല്ലക്കാരാണ്. അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ആണ് ഞാൻ ജോലി രാജിവെച്ചത്. അത് കഴിഞ്ഞ് ഇടയിൽ താമസിക്കുന്ന സമയത്ത് അദ്ദേഹം വന്നു വെച്ചാൽ എന്നെ കണ്ടു. ഞാൻ വലിയൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന വലിയ വീട്, 3 മുറിയുണ്ട്, വലിയ സിറ്റിംഗ് റൂമുണ്ട്, കസേരയുണ്ട്, ടെലിവിഷനുണ്ട്, 2 ഫോണുണ്ട്. അന്ന് 2 ഫോണൊന്നും ഇല്ലാത്ത കാലമാകട്ടോ, എനിക്ക് 2 ഫോണുണ്ട്. ഇതെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, ആഹാ, ഇതൊക്കെ കിട്ടുമെന്ന് അറിഞ്ഞെങ്കിൽ പിന്നെ ആരാ ജോലി രാജിവെച്ച് വെച്ച് ഇറങ്ങാത്തെ? പെട്ടെന്ന് എൻ്റെ രക്തം തിളച്ചോ. ഞാൻ പറഞ്ഞു, സാറേ, ഞാനിതൊന്നും കണ്ടിട്ടല്ല ഇറങ്ങിയത്, ഞാൻ കർത്താവിന് വേണ്ടി കഷ്ടപ്പെട്ടത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ ഭാര്യ കീറിയ ബ്ലൗസ് ഇട്ടുകൊണ്ട് റോഡിൽ കൂടെ നടക്കുന്നത് കണ്ടിട്ട് ആളുകൾ ചിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു ബ്ലൗസ് വാങ്ങിച്ചു കൊടുക്കാൻ എൻ്റെ നിവർത്തിയില്ലായിരുന്നു. എൻ്റെ മകൻ 3 പ്രാവശ്യം ബോധം കെട്ട് വീഴുന്നത് ഞാൻ കണ്ടു. വണ്ടിക്കൂലി ഇല്ലാഞ്ഞിട്ട് ഞാൻ ജമ്മുവിൻ്റെ അവിടെ നിന്ന് പകുതി ദൂരം നടന്ന് ബാക്കി വണ്ടിക്കൂലി 2 രൂപ കൊണ്ട് എൻ്റെ 1 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പട്ടിണിയും പ്രയാസവും കണ്ടവനാണ്. അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചതല്ല. ഞാൻ പറയുന്നു, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയാലും മുള്ളിനിടയിലാണെങ്കിലും വഴിയരികിലാണെങ്കിലും പാറപ്പുറത്താണെങ്കിലും ഞാൻ നിങ്ങൾ പറയുന്നു, ദൈവത്തിൻ്റെ കൂടെ തന്നെ നടക്കണം. 20-ാമത്തെ വാക്യം പറയുന്നു, നല്ല മണ്ണിനകത്ത് വീണതാ 30, 60, 100 മേനിയായിട്ട് വിളഞ്ഞു. ഹല്ലേലൂയ. നല്ല മണ്ണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ ഹൃദയം സോഫ്റ്റ് ആക്കി കൊടുക്കണം. ദൈവം പറഞ്ഞത് മുഴുവൻ അങ്ങ് വിശ്വസിക്കൊണ്ട് കേൾക്കണം. ബില്ലി ഗ്രഹാമിൻ്റെ ജീവചരിത്രത്തിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ബില്ലി ഗ്രഹാമിന് ചില സംശയങ്ങളുണ്ടായി. വേദപുസ്തകം പോയി പഠിച്ചു കഴിഞ്ഞപ്പോൾ തൃത്വം എന്താണ്, അവിടെ പറയുന്ന അല്ലല്ലോ ഇവിടെ പറയുന്നത്, ഇച്ചിരി വ്യത്യാസമൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ടല്ലോ, ഇതെന്താണ്? ഒരു ദിവസം അദ്ദേഹം വേദപുസ്തകം തുറന്നു വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഈ വേദപുസ്തകം എന്ത് പറയുന്നു, ഞാനത് കണ്ണടച്ച് വിശ്വസിക്കാൻ പോവാണ്. കാരണം ഇനി ഞാൻ സംശയിക്കത്തില്ല. അദ്ദേഹത്തിൻ്റെ തലച്ചോറ് അദ്ദേഹം ദൈവത്തിന് സമർപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ റീസണിങ് അദ്ദേഹത്തിന് സമർപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസ് അദ്ദേഹം ദൈവത്തിന് സമർപ്പിച്ചു. എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം കേട്ടോ. അദ്ദേഹത്തിൻ്റെ വിശുദ്ധം അദ്ദേഹത്തിന് ദൈവത്തിന് സമർപ്പിച്ചു. അദ്ദേഹം ജീവിതം മാറി. ഞാൻ പറയുന്നു, നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നിന്റെ സംശയത്തെ സംശയിക്കുക, ദൈവത്തിൻ്റെ വചനം അതുപോലെ എടുക്കുക. എന്നിട്ട് വിത്താണിത്, വിത്ത് വിതയ്ക്കണം. രോഗശാന്തി വേണമെങ്കിൽ രോഗശാന്തിയുടെ വിത്ത് വിതയ്ക്കണം. ബുദ്ധി വേണമെങ്കിൽ ബുദ്ധിയുടെ വചനം. ഇതിനകത്തുണ്ട് 7000 വചനമുണ്ട്, 7000 വാഗ്ദത്തങ്ങളുണ്ട്. അതിനകത്ത് നിനക്ക് ബുദ്ധി വേണമെങ്കിൽ ബുദ്ധിയുടെ വചനം, ബുദ്ധി തരുമെന്ന് പറയുന്ന വചനം കണ്ടുപിടിക്കണം. ഹല്ലേലൂയ. അഭിവൃദ്ധി വേണമെങ്കിൽ, എൻ്റെ പുസ്തകം ഇപ്പോഴില്ല, വിദ്യാർത്ഥികൾക്കുള്ള ഒരു ഏറ്റുപറച്ചുള്ളൊരു പുസ്തകമുണ്ട്, എൻ്റെ കയ്യിലില്ല കേട്ടോ. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഫോട്ടോ കോപ്പിയെങ്കിലും ആരുടെ നിന്നും വാങ്ങിച്ചെടുത്താട്ടെ. ഇനി ഞങ്ങൾ അച്ചടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ പുതിയ പുസ്തകങ്ങൾ അച്ചടിക്കാൻ എൻ്റെ പൈസ ഇല്ല. പിന്നെ എങ്ങനെയാണ് മറ്റേ അത് അച്ചടിക്കുന്നത്? ഹല്ലേലൂയ. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബുദ്ധി ഉണ്ടാകുന്നതിന് വാക്യങ്ങളുണ്ട്, ആരോഗ്യത്തിന് വാക്യങ്ങളുണ്ട്, അഭിവൃദ്ധിക്ക് വേണ്ടി, പ്രോസ്പെരിറ്റിക്ക് വേണ്ടി ഇതുണ്ട്. നിനക്ക് എന്ത് വേണമോ നീ അതിൻ്റെ വാക്കുകൾ കണ്ടുപിടിച്ചിട്ട്, ആ വിത്തുകൾ കണ്ടുപിടിച്ചിട്ട് അത് വിതയ്ക്കണം. ദൈവം പറഞ്ഞ വ്യവസ്ഥയാണ്. ഓരോ വിത്തും അതുപോലെയുള്ള ഫലങ്ങളാണ് ഉണ്ടാക്കുന്നത്, അതുപോലുള്ള മരങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഹല്ലേലൂയ. ബദാം നട്ടാൽ പോട്ടെ, ചേമ്പ് നട്ടാൽ ചേമ്പുണ്ടാകും, ചേന നട്ടാൽ ചേമ്പുണ്ടാകും, കടുക് നട്ടാൽ കടുകുണ്ടാകും, പയർ നട്ടാൽ പയറുണ്ടാകും. രോഗശാന്തി വേണമോ, രോഗശാന്തിയുടെ വചനം കണ്ടാട്ടെ. ബുദ്ധി വേണമോ, ബുദ്ധിയുടെ വചനം കണ്ടാട്ടെ. അഭിവൃദ്ധി വേണമോ, അഭിവൃദ്ധിയുടെ വചനം കണ്ടാട്ടെ. സഭ വളരണമോ, സഭ വളർച്ചയുള്ള വാക്യങ്ങൾ കണ്ടാട്ടെ. എന്നിട്ട് പറയണം, ഞാൻ ആദ്യകാലം മുതൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് കട്ടായി ചെന്ന് കഴിഞ്ഞപ്പോൾ ഇനിയും പറയുന്നത്, ഞാൻ എന്നെ പോലത്തി പറയല്ല കേട്ടോ. 6-ാമത്തെ മാസത്തിൽ 18 പേരെ സ്ഥാനപ്പെടുത്തി. ജമ്മു കാശ്മീരിൻ്റെ ചരിത്രത്തിൽ ആരും 18 പേരെ സ്ഥാനപ്പെടുത്തിയിട്ടില്ലായിരുന്നു. സായിദ്മാരെ സ്ഥാനപ്പെടുത്തിയിട്ടില്ല, ഇന്ത്യൻ മിഷണറിമാരെ സ്ഥാനപ്പെടുത്തിയിട്ടില്ല. ഞാൻ 18 പേരെ, കാരണം ഞാൻ വായിച്ചത് മുഴുവൻ സഭാവാദച്ചയുടെ പുസ്തകങ്ങളായിരുന്നു. എവിടെയെല്ലാം റിവൈവൽ നടന്നിട്ടുണ്ടോ ഞാൻ ആ പുസ്തകങ്ങളെല്ലാം വായിച്ചു. അവ വെച്ച് കഴിയുമ്പോൾ എനിക്ക് വിശ്വാസം ഉണ്ടായി, ദൈവം എനിക്ക് ഇവിടെ റിവൈവൽ തരും. ഹല്ലേലൂയ. അതുകൊണ്ട് നിനക്ക് ഏത് വേണമോ ആ വാക്യങ്ങൾ കണ്ടുപിടിക്കണം. 3-ാമത്തെ കാര്യം, വിശ്വാസം ഇല്ലെങ്കിൽ വിശ്വാസം വരുത്താം, പറഞ്ഞു വരുത്താം. വിശ്വാസം ഗ്രോത്ത്, വിശ്വാസം വളരുന്നു. ഫെയ്ത്ത് ഗ്രോസ്. ഇനിയും പറയുന്നു പറയട്ടെ, വിശ്വാസത്തിന് വളരുവാനുള്ള കഴിവുണ്ട്, വിശ്വാസത്തിന് വളരുവാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. നിൻ്റെ വിശ്വാസത്തിന് വളരാൻ എനിക്ക് എൻ്റെ നീളം ഇനിയും വർദ്ധിപ്പിക്കാനൊക്കെ എനിക്കൊരാഗ്രഹമുണ്ട്. 5-11 കൊള്ളാമെന്ന് കേട്ടോ. നിങ്ങൾ എൻ്റെ ഇനി അടുത്ത പ്രാവശ്യം കുറച്ചുണ്ടെങ്കിൽ വിഷമിക്കില്ല, ഞാനായിരിക്കും 5-9 നിന്ന് പ്രാർത്ഥിച്ച് 10 ആക്കി.
ഒരാൾക്ക് വളരുന്നതിന് സൈഡിലോട്ട് വളരും, മുകളിലോട്ട് വളരുന്ന പ്രയാസമാണ്. അതുപോലെ പലതും വളരും. പക്ഷേ വിശ്വാസത്തിന് അങ്ങനെയല്ല, അതിന് വളരാനുള്ള പൊട്ടൻഷ്യൽ, അതിനുള്ള കഴിവുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്നത് തിന്നുകളഞ്ഞു. മറ്റു ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തടത്ത് വീണു. മണ്ണിന് താഴ്ചയില്ലാകിയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചപ്പോൾ ചൂട് തട്ടി വേരില്ലാത്തതുകൊണ്ട് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ വളർന്നതിനെ ഞെരുക്കിക്കളഞ്ഞു, അത് വിളഞ്ഞതുമില്ല. മറ്റു ചിലത് നല്ല മണ്ണിൽ വീണു, മുളച്ചു വളർന്നു ഫലം കൊടുത്തു. 30, 60, 100 മേനിയുമായിട്ട് വളർന്നു. വളരാൻ വിശ്വാസത്തിന് വളരുവാനുള്ള കഴിവുണ്ട്. 30, 60, 100. ഹല്ലേലൂയ. വിത്ത് വചനമാണ്. 100% വളരുവാൻ കഴിയും. പൊട്ടൻഷ്യൽ ഉണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം 55-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം ഞാൻ വായിക്കട്ടെ. വളരുവാൻ സാധ്യത നിറഞ്ഞ വേദപുസ്തകം പറയുക, മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ, വിതയ്ക്കുന്നത് പോലെ മഞ്ഞും ഹിമവും മഴയും വരുമ്പോൾ മേളിലോട്ട് പോകത്തില്ല, വരുന്നിടത്ത് വീഴും. ഏത് പർപ്പസിന് വേണ്ടിയാണോ അയച്ചിരിക്കുന്നത്, ഏത് ഉദ്ദേശത്തോടെയാണോ ദൈവം അയച്ചിരിക്കുന്നത്, അത് നടത്തും. 11-ാമത്തെ വാക്യം, ദൈവത്തിൻ്റെ വായിൽ നിന്ന് പറയുന്നത്, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം റേമ. റേമ എന്നുള്ള വാക്കിൻ്റെ വാസ്തവത്തിൽ അർത്ഥം ദൈവത്തിൻ്റെ അന്നേരം പറഞ്ഞ വചനം എന്നുള്ളതിനേക്കാൾ കുറച്ചുകൂടെ എനിക്കിഷ്ടം ഫ്രഷ്ലി സ്പോക്കൺ വേർഡ്. സ്പോക്കൺ വേർഡ് എന്നല്ല, ഫ്രഷ്ലി സ്പോക്കൺ വേർഡ്. ഹല്ലേലൂയ. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ ഫ്രഷ്ലി സ്പോക്കൺ വേർഡ് ആയിരിക്കും, അതുപോലെ ആയിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ചത് സാധിക്കുകയും ദൈവം പറഞ്ഞതോ അതുപോലെ തന്നെ ദൈവം ചെയ്യും കേട്ടോ. 2 തെസ്സലോനിക്കർ 1:3. സഹോദരന്മാരെ, നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചു. കണ്ടോ, വിശ്വാസം വർദ്ധിക്കും. ഞങ്ങൾ യോഗ്യമാവണ്ണം ദൈവത്തിന് എപ്പോഴും നിങ്ങളെക്കുറിച്ച് സ്തോത്രം ചെയ്യുവാൻ കടപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. കണ്ടോ, വിശ്വാസം വർദ്ധിക്കും. നിങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കണം. കേട്ട് വർദ്ധിപ്പിച്ചെടുക്കണം. ചിന്തിച്ച് വർദ്ധിച്ചെടുക്കണം. ദൈവത്തിൻ്റെ വക്കീലായിട്ട് ഒന്ന് ചിന്തിച്ചാട്ടെ. ആലോചിച്ചതാ, ഒരു വക്കീൽ കേസ് പറയുന്നത് ആർക്ക് വേണ്ടിയാണ്? വേണ്ട, അയാൾ കൊലപാതകം ചെയ്താണ് വക്കീലെന്ന്, എൻ്റെ കക്ഷി നിരപരാധിയാണ്, അതിനുള്ള തെളിവുകളാണ് കൊടുക്കുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ കൂടെ നിന്നിട്ട് ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ വക്കീലായിട്ട് പ്രവർത്തിച്ചാട്ടെ, സംസാരിച്ചാട്ടെ. കടുകൻ്റെ കഥ, ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ട്. കടുകുമണിയോളം ഇച്ചിരി വിശ്വാസം മതി. ചിലർ പറയും എനിക്ക് വിശ്വാസം കുറവ്. ഉള്ളത് മതിയെന്ന്, ഉള്ളത് മതി. എൻ്റെ നല്ലൊരു പ്രസംഗമുണ്ട്, എനിക്ക് പോലും അത് ഇഷ്ടമാണ്. അതല്ലയോ, ഉള്ളത് മതി, അല്പമുള്ളത് മതി. നിങ്ങൾ കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ കട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ, ഒന്ന് വിശ്വാസം, ഉള്ള വിശ്വാസം, ചെറിയ വിശ്വാസം, കടുകിൻ്റെ അത്രയും, എന്നിട്ട് അത് പറയണം. അത് നിങ്ങളെ അനുസരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 4-ാമത്തെ കാര്യം, ഫെയ്ത്ത് സ്പീക്സ്. വിശ്വാസം സംസാരിക്കുന്നു. സെക്കറിയാവിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. 1-ാമത്തെ വാക്യം വായിച്ചിട്ട് ഞാൻ വായിക്കാം. 1. എന്നോട് സംസാരിക്കുന്ന ദൂതൻ പിന്നെയും വന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്ന പോലെ എന്നെ ഉണർത്തി. നമ്മളും പ്രാർത്ഥിക്കണം, കർത്താവേ എന്നെ ഒന്ന് ഉണർത്തണമേ കർത്താവേ. എൻ്റെ ആത്മീക ഉറക്കത്തിൽ നിന്ന്, എൻ്റെ വിശ്വാസം ഇല്ലായ്മയുടെ ഉണർത്തത്തിൽ നിന്ന്, എൻ്റെ വലിയ ഭാവനയില്ലാത്തതിൻ്റെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തണമേ. ദൈവത്തിൻ്റെ ദൂതൻ ഉണർത്തട്ടെ. പ്രാർത്ഥിക്കണം. സെറുബ്ബാബേൽ. ആരാണ് സെറുബ്ബാബേൽ? ഞാൻ എഴുതി വച്ചിരിക്കുകയാണ്. യഹൂദ ദേശത്തിൻ്റെ ഗവർണറാണ്. ദാവീദിൻ്റെ കുടുംബത്തിലുള്ളവരാണ്. അവിടുത്തെ രാജാവ്, പേർഷ്യൻ രാജാവ് സൈറസ്, ഇസ്രായേലിലെ എല്ലാം പറഞ്ഞു വിട്ടു. ഈ സമയത്ത് ഹഗ്ഗായിയും സെക്കറിയായും ഒന്നിച്ചു പോയതാണ്. അവന് 2ാമത്തെ ദൈവാലയം പണിയുവാനുള്ള സകല യെരൂശലേമിൽ പണിയാനുള്ള സകല ആനുകൂല്യവും ചെയ്തു കൊടുത്തു. 42,360 പേരാണ് ആ സമയത്ത് മടങ്ങിപ്പോരുന്നത്. അപ്പോൾ അവർ വന്നിട്ട് പറയുകയാണ്, സെറുബ്ബാബേലിനോട് പറയുകയാണ്, എന്നെ 6-ാമത്തെ വാക്യം, അവൻ എന്നോട് പറഞ്ഞു എന്തെന്നാൽ, സെരുബ്ബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാവിത, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാൽ അത്രയെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. 7-ാമത്തെ വാക്യം, സെരുബ്ബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആർ? ചോദ്യം ചോദിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം നിന്റെ കൂടെയുണ്ടെങ്കിൽ നിന്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ടുള്ള പർവ്വതം ഏതുമില്ല. പലരും ദൈവത്തിൻ്റെ ചെന്നമിച്ച് പറയുന്നത്, ദൈവമേ എൻ്റെ പനി എത്ര വളരെ കൂടുതലാണെന്ന് അറിയാമോ? ദൈവത്തിന് അറിയാമേ അത് പറഞ്ഞു കൊടുക്കുക.
ഹല്ലേലൂയ. എന്താണ് നിന്റെ പ്രശ്നം? ദൈവത്തോട് നിന്റെ പ്രശ്നം എത്ര വലുതാണെന്ന് പറയുന്നത് നിർത്തിയിട്ട് നിന്റെ പ്രശ്നത്തോട് നിന്റെ ദൈവം എത്ര വലിയവനാണെന്ന് പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ പറയുകയാണ്. നിന്റെ ഉള്ള ക്യാൻസർ, നിന്റെ വലിയ പ്രശ്നം നിനക്ക് സമഭൂമിയാക്കി തീർക്കുവാൻ കഴിയും. സംസാരിക്കുക, വിശ്വാസത്തോടെ സംസാരിക്കുക. നാളെ എന്ത് സംഭവിക്കണമോ അത് പറയുക. നീ എന്ത് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് പറയുക. നിന്റെ പേഴ്സണോട് പറയുക, നിന്റെ മക്കളോട് പറയുക. നിന്റെ ഭർത്താവ് രക്ഷിക്കപ്പെട്ടില്ലായിരിക്കും, നടന്നു പോകാൻ പുറയുന്നോട് പറഞ്ഞാട്ടെ, എൻ്റെ ഈ അച്ചായൻ, എൻ്റെ ഈ ചേട്ടൻ, എൻ്റെ ഈ ഭർത്താവ് ഒരു ദിവസം വേദപുസ്തകം എടുത്തുകൊണ്ട് എൻ്റെ കൂടെ ചർച്ചിനകത്ത് വരും. പറയുന്നത് ശരിയാവത്തില്ല. ഞാനൊരു വീട്ടിൽ പോയി താമസിച്ചു. രാത്രി ഉറങ്ങിയോന്ന് എനിക്ക് ഓർമ്മയില്ല. പകലവിടെ പ്രസംഗിച്ചു. അവിടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു രാവിലെ. അല്ല, താമസിച്ചു കഴിഞ്ഞ് വെച്ച് അവിടുത്തെ സഹോദരി എന്തൊക്കെ പറഞ്ഞു, എൻ്റെ ഭർത്താവ് മദ്യപാനിയാണ്. ചിലപ്പോൾ ചെന്നും വെച്ച് ഫ്രിഡ്ജ് തുറന്നും വെച്ച് അതിനകത്ത് മൂത്രമൊഴിക്കും. ഫ്രിഡ്ജിനകത്ത് മൂത്രമൊഴിക്കും. കാരണം ഫ്രിഡ്ജാണോ എന്തോന്ന് അറിയത്തില്ല, ചെന്ന് കാണുന്ന പിടി തുറന്നതാണ്. പിടി തുറന്നും വെച്ച് അതിനകത്ത് മൂത്രമൊഴിക്കും. മദ്യപാനിയാണ്. വിദേശ മദ്യത്തിൻ്റെ കടയുണ്ട്. എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. എന്നെ അടുത്ത ദിവസം ബസ് സ്റ്റാൻഡിൽ അദ്ദേഹം കാറിനകത്ത് കൊണ്ടുവിട്ടു. വേറെ ആരെയും കൊണ്ടുവിട്ടില്ല, എന്നെ കൊണ്ടുവിട്ടു. ഞാൻ ബസ് സ്റ്റാൻഡ്, അദ്ദേഹം എനിക്ക് അന്നത്തെ കാലത്ത് 5000 രൂപയുടെ ഒരു ചെക്ക് എഴുതി തന്നു. കള്ളുകൂടിയനായിട്ടുള്ള, ഉപദേശിമാരെ ഇഷ്ടമല്ലാത്ത, ഭാര്യയെ മീറ്റിങ്ങിന് വിടാത്തതായിട്ടുള്ള മനുഷ്യൻ എഴുതി തന്നു 5000 രൂപയുടെ. ഞാനത് അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. പിന്നീട് ഒരിക്കൽ ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത്, പ്രസംഗിക്കുന്ന സമയത്ത് ഞാൻ കണ്ടു ഒരു മനുഷ്യൻ വേദോത്വമായിട്ട് നിൽക്കുന്നു. എനിക്കൊരു സംശയം, പക്ഷെ മീശയില്ല. ആളായിരിക്കത്തില്ല, ഞാൻ നേരത്തെ കണ്ട ആളായിരിക്കത്തില്ല. അത് കഴിഞ്ഞ് അങ്ങോട്ട് ഭാര്യ നിൽക്കുന്നു. അയ്യോ, ഭർത്താവാണ്. ഞാൻ ചെയ്ത് എന്ത് പറ്റി? ഞാൻ രക്ഷിക്കപ്പെട്ടോ, ഞാൻ സ്നാനപ്പെട്ടോ, ഞാൻ ഇപ്പോൾ സഭയിലാണ് പോകുന്നത്. ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, നിങ്ങളുടെ ഭർത്താവിൻ്റെ ഒക്കെ സംസാരിക്കണം. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതായിട്ടുള്ള വലിയ പർവ്വതത്തോട് സംസാരിക്കണം. രക്ഷിക്കപ്പെടാതെ ഭർത്താവ് കേൾക്കട്ടെ, എൻ്റെ അച്ചായൻ അങ്ങ് മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണക്കുറ്റിക്ക് അടി കിട്ടും കേട്ടോ. മോൻ്റെ കേടാ മഴ കഞ്ചാവുന്ന എന്ന് പറയുകയല്ല, അവൻ്റെ തുണി തേക്കുമ്പോൾ പറയുക, അവൻ ആഹാരം കൊടുക്കും പറയട്ടെ, അവൻ ഈ കഴിക്കുന്ന ആഹാരം മരുന്നായി തീരട്ടെ, അവൻ ഈ കുടിക്കുന്നതായിട്ടുള്ള വെള്ളം മരുന്നായി തീരട്ടെ. പറഞ്ഞ് വീട്, നിന്റെ വീട് ചെറിയ വീടായിരിക്കാം, ചിലപ്പോൾ ഒരു മുറിയുടെ ആവശ്യമായിരിക്കാം. അപ്പോൾ പറയണം, നിന്റെ വീട് ചിലപ്പോൾ ഒരു ചെറിയ വീടായിരിക്കാം, 2 മുറിയേ ഉള്ളൂ, അപ്പനും അമ്മയും കൂടെ കിടക്കുന്നു, അപ്പുറത്ത് മോനും മോളും കൂടെ കിടക്കുന്നു, മോള് പ്രായമായി വരികയാണ്, മോനും പ്രായമായി വരികയാണ്, വേറൊരു മുറി കൂടെ വേണം. പ്രാർത്ഥിക്കുക, പറയുക. നിൻ്റെ പൈസ ഇല്ലായിരിക്കാം, പേഴ്സണെ നോക്കി പറയുക, നിൻ്റെ വരുമാനത്തെ നോക്കി പറയുക, നിൻ്റെ ബാങ്ക് ബാലൻസിനെ നോക്കി പറയുക. ദൈവം നിനക്ക് ബുദ്ധി തരും കുറച്ചുകൂടെ ഇൻകം ഉണ്ടാക്കാൻ, കുറച്ചുകൂടെ ജോലി കിട്ടാൻ, നല്ലൊരു ജോലിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു ജോലി കൂടെ കിട്ടാനുള്ള, അല്ലെങ്കിൽ നിൻ്റെ കൃഷിഭൂമിയെ വലുതാക്കി തരുവാൻ നിൻ്റെ ദൈവത്തിന് കഴിയും. വെറുതെ ഇരുന്നിട്ട് പ്രാർത്ഥിച്ചാൽ ഒക്കത്തില്ല, വേറെ എന്തെങ്കിലും ചെയ്യണം കേട്ടോ, എന്തെങ്കിലും ചെയ്യണം. നീ പറയുന്നത് കേട്ടാട്ടോ, ഞാൻ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞാണ്, നീ നിൻ്റെ വൃത്തത്തെ ചെറുതാക്കി കളയരുത് കേട്ടോ. ഇനി എൻ്റെ സാക്ഷ്യം കേട്ടാട്ടോ. ഞാൻ ഒറീഷയിൽ വെച്ചാണ് ഒരിക്കൽ പ്രസംഗിച്ചത്. ഒത്തിരി വർഷങ്ങൾ മുമ്പ്, 35-40 വർഷത്തിന് മുമ്പ് പ്രസംഗിച്ചു. ഞാൻ അവിടെ വെച്ച് പ്രസംഗിച്ചു പറഞ്ഞു, എൻ്റെ വിശ്വാസമാണ്, ഒരു കാലത്ത് ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത് 2000, 2500, 3000 പേര്, 4500 പേരൊക്കെ വന്നിരിക്കും, 4000 പേര് വന്നിരിക്കും. അത് കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ ഒക്കെ പറഞ്ഞു, വളരെ മണ്ടത്തരമാണ്, ഈ പറയുന്നത് ശരിയല്ല, വേദപുസ്തകപ്രകാരമല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇന്ന് നോക്കുന്നു, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. ഞാൻ എൻ്റെ വൃത്തം ചെറുതാക്കാം. ഇപ്പോൾ എൻ്റെ മീറ്റിങ്ങിന് എത്ര പേര് കാണും? 2500, 3000, 3000, 4000 അത്രയേ ഉള്ളൂ. വേറെ ആരുടെയും കൂടെ മീറ്റിങ്ങിനകത്ത് ചിലപ്പോൾ ആളുകൾ കൂടുതലൊന്നും വരാം. പക്ഷേ എൻ്റെ മീറ്റിങ്ങിന് എന്താ കാര്യം? ഞാൻ എൻ്റെ വൃത്തം ചെറുതാക്കി കളഞ്ഞു. നീ നിൻ്റെ വൃത്തം ചെറുതാക്കി കളയരുത്. നിങ്ങളുടെ ചർച്ചിനകത്ത് എത്ര പേര് വേണം ദൈവദാസ? ഒരു 150 പേരുണ്ടെങ്കിൽ ചിലവ് നോക്കാനല്ല നോക്കുന്നത്, സ്വർഗത്തിൽ എത്ര പേരെ കൊണ്ടുപോകാമെന്ന് നോക്കേണ്ടത്. എന്തുകൊണ്ട് 1000 പേരായിക്കൂടാ? എന്തുകൊണ്ട് 2000 പേരായിക്കൂടാ? എന്തുകൊണ്ട് 5000 പേരായിക്കൂടാ? എന്തുകൊണ്ട് 10000 പേരായിക്കൂടാ? നമ്മളെ വരുമാനം വർദ്ധിക്കാനല്ല, സ്വർഗത്തിൽ കൊണ്ടുപോകുവാനായിട്ട്. ഹല്ലേലൂയ. 7-ാമത്തെ വാക്യം പറയുകയാണ്, 2-ാമത്തെ ഭാഗം. അതിന് കൃപ എന്ന ആർപ്പോട് കൂടെ അവൻ ആണിക്കല്ല് കയറ്റും. ഏതാണ് ആണിക്കല്ല്? മൂലക്കല്ലല്ല, ആണിക്കല്ല്. വലിയൊരു കെട്ടിടം കണ്ടില്ല, ഇങ്ങനത്തെ കെട്ടിട, അതിൻ്റെ മേളിലൊരു കല്ലുണ്ട്, ഒരു ഇതുപോലിരിക്കുന്ന ഒരു കല്ലുണ്ട്, അതാണ് ആണിക്കല്ല്. അതിൻ്റെ പണി തീർക്കുവാൻ എൻ്റെ ദൈവം നിനക്ക് കൃപ തരും കേട്ടോ. ഹല്ലേലൂയ. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെ വായിക്കട്ടെ. പിറ്റേന്നാൾ അവർ ബഥാനിയ വിട്ട് പോരുമ്പോൾ അവന് വിശന്നു. യേശുവിന് അവൻ ഇലകൾ നിറഞ്ഞൊരു അത്തിവൃക്ഷം ദൂരെ നിന്ന് കണ്ടു. അതിൽ വല്ലതും കണ്ടു കിട്ടുമോ എന്ന് വെച്ച് അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലായിരുന്നു. അവൻ അതിനോട്, ഇനി നിന്നിൽ നിന്ന് ആരും ഒരിക്കലും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് ശിഷ്യന്മാർ കേട്ടു. അങ്ങനെ സംഭവിച്ചു. ഒരു ചോദ്യം ഇവിടെ ഉണ്ടാവും. യേശുക്രിസ്തുവിന് വിശന്നു,
ഭൂമിയിലായിരിക്കുമ്പോൾ അവൻ 100% ദൈവമായിരുന്നു, 100% മനുഷ്യനുമായിരുന്നു, രണ്ടും കൂടെ ചേർന്നായിരുന്നു. അപ്പോൾ അവന് വിശന്നു. അവൻ അത്തിയെടുക്ക ചെന്നു. അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാതിരുന്നതിനകത്ത് പഴമൊന്നുമില്ലായിരുന്നു. അവനതിനെ ശപിച്ചു. അതെന്താ കാര്യം? നിങ്ങൾ പ്രസംഗം കേട്ടിട്ടുണ്ടോ? പ്രസംഗിച്ചിട്ടുണ്ടോ? എനിക്കും അറിയാം. നിങ്ങൾ കാശ്മീരിലായിരിക്കുമ്പോൾ അവിടെയൊക്കെ കാശ്മീരിലൊക്കെ അത്തിയുണ്ട്, കാട്ടത്തിയുണ്ട്, അത്തിയുണ്ട്. ഞങ്ങളുടെ ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന വീടിൻ്റെ നേരെ മുമ്പിൽ അത്തി ഉണ്ടായിരുന്നു, എനിക്കറിയാം. 10 മാസവും അതിനകത്ത് കാണും. 2 മാസം അതിനകത്ത് ഇലയെല്ലാം നമ്മുടെ നാട്ടിലെ റബ്ബറിൻ്റെ ഇല പൊഴിയുന്നത് പോലെ മുഴുവൻ ഇലയും അങ്ങ് പോകും. എന്നാൽ അത് കഴിയുമ്പോൾ ഇല ഇങ്ങോട്ട് കിഴിച്ചു വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഇളം ഇലകൾ വരുന്ന ഉടനെ തന്നെ അതിനകത്ത് കായും ഉണ്ടാവും. അത് പേട്ടുകായായിരിക്കും. അത് പൊഴിഞ്ഞു കഴിയുമ്പോഴാണ് യഥാർത്ഥ എല്ലാ കാലത്തും ഇലയുള്ള കാലത്തോളം അതിനകത്ത് പഴമുണ്ടായിരിക്കണം. ഞാനും നീ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്തെങ്കിലുമൊക്കെ ഫലം പുറപ്പെടുവിക്കണം കേട്ടോ. എന്തെങ്കിലും ഫലം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സഹായിക്കുക. ഒരിക്കലും ഒരാൾ എൻ്റെ ധനസഹായത്തിന് വന്നു, പറഞ്ഞ് ഞങ്ങളോടുള്ള ഭിക്ഷക്കാർക്കൊക്കെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ആഹാരം കൊടുക്കണമെന്ന് വിചാരിക്കുക. ബ്രദർ ഒന്ന് സഹായിക്കാമോ? എൻ്റെ കൂടെയുള്ള പ്രവർത്തകനാണ്, ഇപ്പോഴില്ല. ഒന്ന് എന്നിട്ട് അദ്ദേഹം എന്നെ 1-2 ഫോട്ടോ കാണിച്ചു. ഭിക്ഷക്കാർ വരുന്ന കൊടുക്കും. എന്തോ കൊടുത്തെന്നറിയാം, പച്ചവെള്ളമാണ്. ചായ കൊടുത്തിരുന്നെങ്കിലും വേണ്ടിയില്ല, ഒരു പഴം കൊടുത്തിരുന്നെങ്കിലും വേണ്ടിയിരുന്നില്ല. ഹല്ലേലൂയ. എന്തെങ്കിലുമൊക്കെ ഫലം കൊടുക്കണം കേട്ടോ. അത് പൈസ ഉണ്ടായിട്ടൊന്നും അല്ല. ഞങ്ങൾക്ക് ചിൽഡ്രൻസ് ഹോം ഉണ്ട്. എന്തിനാണ് ചിൽഡ്രൻസ് ഹോം തുടങ്ങിയത്? നല്ല രസമാണ്. ഒരു ദിവസം ഞങ്ങളുടെ കൂടെയുള്ള ഒരു സഹോദരൻ സാമ്പ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടായിരുന്ന ഒരു ഫിലിപ്പ് സഹോദരൻ, അപ്പോഴദ്ദേഹം നാട്ടിലാണ്. അദ്ദേഹം എന്ന് പറഞ്ഞു, ഞങ്ങളുടെ അവിടെ ഒരു പാവപ്പെട്ട കുടുംബമുണ്ട്. ഒരു മനുഷ്യൻ പറയുന്നത് എൻ്റെ 2 കുഞ്ഞുങ്ങളെ കൊണ്ട് അവരെ ഒന്ന് എന്നെ കൊണ്ട് പഠിപ്പിക്കാൻ ഒക്കത്തില്ല. അപ്പം ഞങ്ങളുടെ കൊണ്ടായിരുന്ന പാലമ്പൂരിലെ ചാക്കോച്ചൻ പറഞ്ഞു, ഞാൻ എടുത്തോളാം, ഞാൻ നിങ്ങളുടെ വീട്ടിൽ താമസിപ്പിച്ചോളാം. ഞങ്ങളുടെ ഒരു മുറിയിൽ എൻ്റെ മോളുണ്ടല്ലോ, ഈ കുഞ്ഞുങ്ങളെ കൂടെ വളർത്താം, പിന്നെ നമുക്കൊരു മുറി ഉണ്ടാകുന്ന കാലത്ത് അങ്ങോട്ടാക്കാം, അതുവരെ ഇപ്പോഴും ഒരു തൽക്കാലം താമസിക്കാം. പക്ഷേ എത്ര രൂപ ആവും? ഒരു 100 രൂപ തരാമെങ്കിൽ കാര്യം നടക്കും. 100 രൂപ എവിടെ നിന്നുണ്ടാവും? നിങ്ങളുടെ രൂപയല്ലോ, അവിടെ കിട്ടുന്ന രൂപ കൊണ്ടൊക്കെ കഷ്ടിച്ചൊക്കെ എല്ലാവരുടെയും സപ്പോർട്ട്. 60 രൂപ 50 രൂപ 60 രൂപ വാടക കൊടുക്കുമ്പോഴും 50 രൂപ ഞങ്ങളുടെ കൊടുക്കാനുള്ളൂ ആ കാലത്ത്. ഞാൻ പറഞ്ഞു, എന്താ മാർഗം? പെട്ടെന്ന് നിങ്ങൾ 4-5 പേര് കൂടെ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യട്ടെ, എൻ്റെ കുഞ്ഞുങ്ങൾ റിക്ഷായിലാണ് സ്കൂളിൽ പോകുന്നത്. നാളെ തൊട്ട് അവർ റിക്ഷായിൽ പോകത്തില്ല, ഞാൻ അവരെ നടത്തിവിടും. അവർ നടന്നു പോകട്ടെ. പക്ഷേ ആ 60 രൂപ 2 പേർക്ക് 30-60 രൂപ ഞാൻ തരാം. വേറൊരാൾ പറഞ്ഞാൽ 70 രൂപ തരാം, വേറൊരാൾ പറഞ്ഞാൽ 10 രൂപ തരാം, വേറൊരാൾ പറഞ്ഞ് 10. അന്നത്തെ കാലത്ത് അതൊക്കെ ഒരു വലിയ തുകയാണ് കേട്ടോ. ഞങ്ങളുടെ ഇല്ലായ്മയുടെ കാലത്ത് 100 രൂപ ഉണ്ടായി ഞങ്ങൾ കൊടുത്തു. അങ്ങനെയാണ് ഞങ്ങളുടെ ചിൽഡ്രൻസ് ഹോം തുടങ്ങിയത്. നിൻ്റെ ഇല്ലായ്മയുടെ കാലത്ത് നീ കൊടുക്കുമ്പോൾ അതാ ദൈവം കാണുന്നത്. യുവർ സാക്രിഫിഷ്യൽ ഗിവിങ് വിൽ അട്രാക്ട് ദ അറ്റൻഷൻ ഓഫ് ഗാഡ്. എൻ്റെ കയ്യിൽ ഒത്തിരി രൂപയുണ്ട്, അതിനകത്ത് ഞാൻ ഒരു 100 രൂപ എടുത്തു കൊടുത്താൽ വലിയ കാര്യമൊന്നുമില്ല. അതോടൊപ്പം ഞാൻ എൻ്റെ കുഞ്ഞിന് പാല് വാങ്ങിക്കാൻ വെച്ചിരുന്ന് എടുത്തു കൊടുത്താൽ അത് ദൈവം കാണും. ഹല്ലേലൂയ. അവൻ അത്തിയോട് പറഞ്ഞു. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ അതിൽ കൂടെ പോകുമ്പോൾ അത്തി ഉണങ്ങിയിരിക്കുന്നത് കണ്ടോ. അവൻ പറഞ്ഞപ്പോൾ വേരും, പറഞ്ഞ ഉടനെ തന്നെ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, ഈ മാവുമൊക്കെ നമ്മൾ പുളിക്കാനായിട്ട് ദോശയ്ക്കോ ഇഡ്ഡലിക്കോ എടുക്കുന്നതിനകത്ത് കുറച്ചെന്തെങ്കിലും പുളിക്കാനുള്ള സാധനം ഇടും. എപ്പോഴാണ് പുളിക്കാൻ തുടങ്ങുന്നത്? അന്നേരം തന്നെ, ആ സമയത്ത് തന്നെ. നീ പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കണം. അതുകൊണ്ട് നീയും പറയണം. 5-ാമത്തെ കാര്യം പെർസെവറൻസ്. അതിന് മലയാളം ഞാൻ നോക്കിയിട്ട് കണ്ടു, അക്ഷീണ പരിശ്രമം, സ്ഥിര പരിശ്രമം. അടുത്തത് ക്രമാതീത കാലത്തേക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്ന നിർത്താതെയുള്ള പ്രയത്നം. പെർസെവറൻസ് ആൻഡ് പേഷ്യൻസ്, ക്ഷമയോടുകൂടിയുള്ള പ്രവർത്തനം. ക്ഷമയോടുകൂടിയ അക്ഷീണ പരിശ്രമം എന്ന് പറയുന്നത് കുറച്ചുകൂടി കറക്റ്റാവും. എബ്രായർക്ക് ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരുക. ഇംഗ്ലീഷ് വായിക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. 2 കൂടെ വായിക്കുന്നത് നല്ലതാണ്. ഞാൻ ഒരിക്കലും പറയുന്നു, നിങ്ങൾക്ക് ഒക്കുമെങ്കിൽ ഒരു വശത്ത് മലയാളവും ഒരു വശത്ത് ഇംഗ്ലീഷും ഉള്ള ഒരു ബൈബിൾ വാങ്ങിച്ചു വെക്കാമെങ്കിൽ 2ഉം കൂടെ ഒന്നിച്ച് വായിക്കാം. ഇംഗ്ലീഷിനകത്ത് വായിക്കട്ടെ. "Ye be not sluggish, but imitators of those who through faith and patience inherit the promises." ഈ വേദപുസ്തകത്തിനകത്ത് അക്ഷീണരായിട്ട് നിർത്തിക്കളയാതെ, വിശ്വാസം നിർത്തിക്കളയാതെ പറഞ്ഞ് പ്രതീക്ഷിച്ച് പ്രവർത്തിച്ചവരെ നോക്കുക. വേദപുസ്തകത്തിന് വെളിയിലുള്ളവരും. ഞാൻ 2000-ൽ മലേഷ്യയിലായിരുന്നു.
മലേഷ്യയിൽ ഞാനൊരു ബൈബിൾ കോളേജിൽ പഠിപ്പിക്കാറുണ്ട്. ഞാൻ വിദേശത്തൊന്നും പോകുന്നില്ല. ഈ വർഷത്തിൽ തീരുമാനിച്ചു ഇനി വിദേശത്ത് പോകുന്നില്ല. എൻ്റെ ദിവസങ്ങളെല്ലാം ഇന്ത്യയിലാണ്. എനിക്കിഷ്ടപ്പെട്ട ഒരു ബൈബിൾ കോളേജായിരുന്നു അവിടെ പോയി പഠിപ്പിക്കുന്നത്. കാരണം അവിടുന്ന് വരുന്നവരൊക്കെ ഈ പാവപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരാണ്. നേപ്പാൾ, ഭൂട്ടാൻ, ബർമ്മ ഇങ്ങനെയുള്ള സ്ഥലത്തു നിന്നൊക്കെ വരുന്നത്. ഇന്ത്യയിൽ നിന്നും 2-3 പേര് കാണും. അപ്പോൾ അവിടെ പഠിപ്പിക്കുന്നത് എനിക്ക് വലിയ രസമാണ്. കാരണം ഈ കുഞ്ഞുങ്ങൾ പോയി കഴിഞ്ഞാൽ ഞാൻ പഠിപ്പിക്കുന്ന വിശ്വാസം, ഒത്തിരി പേരുടെ സാക്ഷികൾ എനിക്കറിയാം. എൻ്റെ വിശ്വാസത്തിൻ്റെ കഥ കേട്ടിട്ട് വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവർ, ആൺകുട്ടികളും പെൺകുട്ടികളും. എന്നാൽ ഞാൻ ഈ വർഷത്തിൽ എനിക്ക് അങ്ങനെ ഒരു തീരുമാനം വന്നു, ഞാൻ ഇനി വിദേശത്ത് പോകുന്നില്ല. ഞാൻ 4 രാജ്യത്തേക്ക് പോകാനായിട്ട് ഡേറ്റ് കൊടുത്തായിരുന്നു. ദുബായ്, മസ്കറ്റ്, ദോഹ, മലേഷ്യ. ഞാനെല്ലാം ക്യാൻസൽ ചെയ്തു. ഞാൻ മലേഷ്യയിലായിരിക്കും 2000-ലായിരിക്കും സമയത്ത്. സാധാരണ എല്ലാ ദിവസവും മീറ്റിംഗ് ഉണ്ട്. തിങ്കളാഴ്ച വൈകുന്നേരം മീറ്റിംഗ് കാണത്തില്ല. അപ്പോൾ ഞാൻ താമസിക്കുന്ന വീട്ടിലെ സഹോദരി എൻ്റെ പറഞ്ഞു, ഇവിടെ ജോൺ ഹഗ്ഗായി എന്ന് പറഞ്ഞ ഒരാൾ പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട്, അങ്കിൾ വരുന്നു. അയ്യോ, ഞാൻ പറഞ്ഞ ആൾ വലിയ ആളാണ്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഒന്ന് കാണാൻ, ദൂരെ നിന്നാണെങ്കിലും കാണാമല്ലോ. അതുകൊണ്ട് ഞാൻ അവിടെ ചെന്നു, അവിടെ ഇരുന്നു. അദ്ദേഹം പ്ലാറ്റ്ഫോമിലോട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ ഫയല് തുറന്നു വെച്ചു. ഫയല് നോക്കാത്ത അദ്ദേഹം പറയുന്നു, ജോൺ എഫ് കെന്നഡി ഇങ്ങനെ പറഞ്ഞു, ഇന്നാര് ഇങ്ങനെ പറഞ്ഞു, നോക്കാതെ പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ മനുഷ്യന് പ്രായം ഇത്രയായി, പക്ഷെ നേരത്തെ നോക്കി വെച്ചിരുന്നത് നോക്കാതെ ഫയലിനകത്തിരിപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ ദൈവം എന്നെ അനുഗ്രഹിക്കണമേ. അവിടെ ഇരുന്നപ്പോൾ എനിക്കൊരു ആലോചന വന്നു. ദിനകരൻ അങ്കിൾ ടെലിവിഷനകത്ത് പ്രസംഗിക്കുന്നു, കെ പി യോഹന്നാൻ ബ്രദർ ടെലിവിഷനകത്ത്, എനിക്കും ഒന്ന് ടെലിവിഷനകത്ത് പ്രസംഗിക്കണം. 2000 ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞ ഉടനെ ടെലിവിഷനകത്ത് പ്രസംഗിക്കാൻ എനിക്ക് ഓപ്പണിങ് കിട്ടി, പൈസയും കിട്ടി, അതിന് അവസരവും കിട്ടി, കുറഞ്ഞ റേറ്റ്. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു, നിങ്ങളും പേഷ്യൻസ് ഉള്ളവരാം. അങ്ങനെ നിങ്ങൾ മറ്റുള്ളവരെ കോപ്പി ചെയ്യുന്നവരായിരിക്കണം. അങ്ങനെ അവരെ മന്ദതയുള്ളവർ വചനം പഠിക്കുന്നില്ല കേട്ടോ. ഉരുളയുടെ പുറത്ത് മുതിര വീണതുപോലെ ഇരിക്കും, പാറപ്പുറത്ത് വീണ പിടിക്കും. അറിവ് വർദ്ധിക്കുവാൻ ശ്രമിക്കുന്നില്ല. യേശുക്രിസ്തുവിന് 399 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന സോക്രട്ടീസ് അദ്ദേഹത്തിന് മരിക്കാനായിട്ട് ശിക്ഷ വിധിച്ചു. കാരണം ചെറുപ്പക്കാരെ ചീത്തയാക്കുന്നു. അദ്ദേഹം ഫിലോസഫറാണ്. ഫിലോസഫി പറയുമ്പോൾ അവർക്ക് മനസ്സിലായില്ല. രാജാവ് പറഞ്ഞുകൊണ്ട് അവരെല്ലാം ചീത്തയാവുകൊണ്ട് വിഷം കുടിച്ചു കാണണം. അദ്ദേഹം സോക്രട്ടീസ് വിഷം കുടിച്ച പാറയുടെ പുറത്ത് ഞാൻ നിന്നിട്ടുണ്ട്. അദ്ദേഹം പോയി കിടക്കുകയാണ്, അടുത്ത ദിവസം വിഷം കുടിക്കാനുള്ള. അവിടെ കിടക്കുമ്പോഴേ അടുത്ത് കിടക്കുന്ന ഒരു മനുഷ്യൻ ഏതാണ്ട് വായിക്കും. എന്തോ വായിക്കുന്നത്? ഞാനൊരു കവിത വായിക്കുക. സോക്രട്ടീസ് പറഞ്ഞു, ആ കവിത ഇങ്ങോട്ട് വന്നിട്ട് എനിക്കൊന്ന് കാണാതെ പഠിക്കണം. മറ്റേ ആൾ ചിരിച്ചിട്ട് പറഞ്ഞു, നാളെ വിഷം കുടിച്ച് മരിക്കേണ്ടതാണ്, രാജവിധിയാണ്. അയാൾ പറഞ്ഞു, അതെ, ഞാൻ നാളെ മരിക്കും, പക്ഷെ മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു കവിതയൂടെ പഠിക്കണം. നിങ്ങൾക്ക് എത്ര വയസ്സായി? 75. 12ാം ക്ലാസ് പഠിച്ചാണോ? അല്ലെങ്കിൽ എന്തുകൊണ്ട് പഠിച്ചുകൂടാ? എബ്രായർക്ക് ലേഖനം എന്നുള്ളത് ഒന്ന് വായിച്ച് പഠിച്ചുകൂടാ? പഠിക്കുന്നത് നിർത്തരുത്. ഞാൻ ബില്ലി ഗ്രാമിനെ കാണുന്ന 1983 അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, എനിക്കിത്ര MA ഡിഗ്രി ഉണ്ട്, എനിക്കിത്ര ഡോക്ടറേറ്റ് ഡിഗ്രി ഉണ്ട്. ഫ്രീ ആയിട്ട് കിട്ടിയതല്ല, ഓണററി കിട്ടിയതല്ല, പഠിച്ചു കിട്ടിയത്. പക്ഷേ ഞാൻ ഈ ഇടയ്ക്ക് ഒരു ബൈബിൾ കോളേജ് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്കറിയാൻ വയ്യാത്ത ഒരു വിഷയത്തെ പറ്റിയുള്ള മാസ്റ്റേഴ്സ് ഉണ്ട്. ഞാൻ അതുകൊണ്ട് എടുത്തു. 1982 അദ്ദേഹം ഒരു MA കൂടെ എടുത്തു. നിൻ്റെ പഠിത്തം നിർത്തരുത്, പാസ്റ്റർമാർ പഠിത്തം നിർത്തരുത്, പട്ടക്കാർ പഠിത്തം നിർത്തരുത് കേട്ടോ. ഹല്ലേലൂയ. ഒരു ജോലി ചെയ്ത് കണ്ട് അത് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പഠിക്കണം. ഇമ്പ്രൂവ്മെൻറ്റ് ഇതെല്ലാമായിട്ട് ചെയ്യാൻ പഠിക്കണം. ഹല്ലേലൂയ. അതുപോലെ തന്നെ നിങ്ങൾ ദീർഘക്ഷമയുള്ളവരായിരിക്കണം. അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരുക, ഇമിറ്റേറ്റ് ആയി തീരുക. ഹല്ലേലൂയ. ഇമ്പ്രൂവ്മെൻറ്റ്. അബ്രഹാമിന് വാഗ്ദത്തം കിട്ടിയത് എത്രാമത്തെ വയസ്സിലായിരുന്നു മക്കളുണ്ടാവുന്നത്? 65-നും 70-നും വയസ്സിനിടയ്ക്കാണ്. പക്ഷെ മക്കളെ കിട്ടിയത് 99-ാമത്തെ വയസ്സെന്ന് എന്ന് പറഞ്ഞാൽ ഏകദേശം 30 വർഷം നീ കാത്തിരിക്കണം. ഹല്ലേലൂയ. മത്തായി 16:22 മുതൽ 28 വരെ ഒരു കനാന്യ സ്ത്രീ യേശുവിൻ്റെ പിന്നാലെ വന്നു. അവൾ നിലവിളിച്ചുകൊണ്ടാ വരുന്നേ, ദാവീദ് പുത്രാ, എന്നോട് കരുണയുള്ളവനെ ഉണ്ടാകണമേ, എൻ്റെ മകൾക്ക് ഭൂതബാധയാണ്. ഇതേ പ്രാർത്ഥന 2 കുരുടന്മാർ പ്രാർത്ഥിച്ചു, അവർക്ക് സൗഖ്യം കിട്ടി. അവർക്ക് കിട്ടിയില്ല. വേറൊരാൾക്ക് കിട്ടിയെന്ന് വരും, നിനക്ക് കിട്ടിയില്ലെന്ന് വരാം. പക്ഷേ നിനക്ക് എപ്പോഴും ഒരു സ്ഥിര ബാലൻസുള്ളവരായിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്? സ്ഥിരമായിട്ടുള്ള ക്രമാതീത കാലത്തേക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക, ക്ഷമയോടുകൂടിയ അക്ഷീണ പരിശ്രമമുള്ളവരായിരിക്കുക കേട്ടോ. ഹല്ലേലൂയ. അവൾ പുറകെ നടന്നു. എന്തുകൊണ്ടാണ് ഇപ്പം കിട്ടാതെ ഇരുന്നത്?
അതവളുടെ പ്രാർത്ഥന ശരിയാകാഞ്ഞിട്ടാണോ? കർത്താവ് ചിലപ്പോൾ അവളെ പരിശോധിച്ചതായിരിക്കണം. ശിഷ്യന്മാർ പറഞ്ഞു അവളെ പറഞ്ഞയക്കണം empty ഹാൻഡ്. പലരും അങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അവൻ അനുഗ്രഹം കിട്ടല്ലേ കർത്താവേ, അവരുടെ കഴിവിൻ്റെ കല്യാണം നടക്കല്ലേ കർത്താവേ. കാരണം വെറും കൈയോടെ പറഞ്ഞയക്കാൻ ശ്രമിക്കരുത് കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് പലരും പ്രാർത്ഥിക്കുന്നുണ്ട്, അങ്ങനെ വീഴുന്നത് എൻ്റെ മരുമോക്ക് കിട്ടരുത്, എൻ്റെ മോക്ക് കിട്ടണം. ഹല്ലേലൂയ. അവൾ കാണാതെ പോയാണ്. യേശു പറയാണ് അവൾ കാണാതെ പോയ ആളാണ്. അവൾ നമസ്കരിച്ചു, യേശുവിനെ നമസ്കരിച്ചു. നിന്നെ ആളുകൾ എന്തോ പറഞ്ഞാലും, യേശുവിൻ്റെ ശിഷ്യന്മാരെന്തോ പറഞ്ഞാലും, ആളുകൾ എന്തോ പറഞ്ഞാലും, പി വർഗീസ് എന്തോ പറഞ്ഞാലും, വേറെ ആളുകൾ എന്തോ അറിയാം, നീ യേശുവിനെ ആരാധിച്ചു കൊടുക്കുക. അവൾ പറഞ്ഞു, ലോർഡ് ഹെൽപ്പ് മീ. യേശു ക്രിസ്തു മക്കളുടെ ആഹാരം എടുത്ത് പട്ടിക്കുട്ടികൾക്ക് കൊടുക്കത്തില്ല. അവളെ പട്ടിക്കുട്ടിയെന്ന് വിളിച്ചു. നിന്നെ യേശു പോലും ദൈവം പോലും കണ്ണടച്ചു കഴിഞ്ഞാലും മറന്നു കളഞ്ഞാലും നിന്നെ പരീക്ഷിക്കുകയാകാം. അവൾ പറഞ്ഞു, ശരിയാണ്, ഞാനൊരു പട്ടിക്കുട്ടിയാണ്, പക്ഷെ ഒരു അപ്പക്കഷ്ണം താഴോട്ടിടുന്നുണ്ട്. യേശു എന്ത് പറഞ്ഞു? സ്ത്രീയെ എന്ന് പറഞ്ഞാൽ, മാഡം, നിന്റെ വിശ്വാസം വലിയത്. ഹല്ലേലൂയ. യേശു ക്രിസ്തു വലിയ വിശ്വാസം എന്ന് പറഞ്ഞതെല്ലാം പുറജാതികളോടായിരുന്നു. അവർക്കാണ് കൂടുതൽ വിശ്വാസം. എൻ്റെ ശബ്ദം കേൾക്കുന്നതിനകത്ത് പുറജാതികളിൽ നിന്ന് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? മുസ്ലിങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഹിന്ദുക്കളിൽ നിന്ന് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? മറ്റുള്ള മതങ്ങളിൽ നിന്നോ? നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വിശ്വാസം ഉണ്ടാക്കാൻ കഴിയുന്നത്. അവൻ്റെ വിശ്വാസം മതിയെടുക്കണം. ഈ സ്ത്രീ പിന്മാറിയില്ല, അവനോട് പറ്റിച്ചേർന്ന് നിന്നു, കിട്ടുന്നത് വരെ കൂടെ നിന്നു. ആൻഡ് ഷീ റിഫ്യൂസ്ഡ് ടു ക്വിറ്റ്. വിട്ടുകളയാൻ വിസമ്മതിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏലീശ ഏലിയായുടെ കൂടെ നടന്നപ്പോഴേ 3 പ്രാവശ്യമായി ഏലിയ നോക്കിയ, നീ ഇവിടെ നിന്നോ? ഇല്ല, ഞാൻ പിന്നെ വരിക. നീ ഇവിടെ നിന്നോ? ഇവിടെ നിൽക്കുക. ഈ ബൈബിൾ സ്കൂൾ കിട്ടും, ഈ ബൈബിൾ സ്കൂൾ ഇവിടെ നിന്നു. 3-ാമത്തെ ഇത് 3 എടുത്തു. ഇല്ല, പറ്റി നിന്നു. പറ്റി നിന്നവനാണ് സ്വർഗത്തിൽ നിന്നും ഉത്തരീയം ഇട്ട് കൊടുത്തത്. ഒറ്റ നടക്കുക. 6-ാമത്തെ കാര്യം, ഫെയ്ത്ത് ഈസ് ടുഡേ. വിശ്വാസം എന്ന് പറയുന്നത് ഇന്നാണ്, നാളെയല്ല. വിശ്വാസം ഇന്നാണ്, നാളെയല്ല. വിശ്വാസം അങ്ങനെ വേദപുസ്തകം എന്താ പറയുന്നത്? ഇന്നാണ്. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, വിശ്വാസം എന്നതോ, മലയാളത്തിനകത്ത് അങ്ങനെയാണ്, ഇംഗ്ലീഷിനകത്ത് നൗ ഫെയ്ത്ത് ഈസ്. ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ഇപ്പോഴാ രക്ഷാദിവസം ഇപ്പോഴാണ് കേട്ടോ. അതുകൊണ്ട് ഓടിക്കണം. ഹല്ലേലൂയ. ഒരു പഞ്ചാബി ബ്രദർ എന്നെ കാണാൻ വന്നു. എൻ്റെ കൂടെയുള്ള സുവിശേഷ വേലക്കാരന് പ്രായമായി, വളരെ വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ പ്രവർത്തിക്കുകയാണ്. അദ്ദേഹം ഭാര്യയും കൂടെ എൻ്റെ വന്നും വെച്ച് പറഞ്ഞു, എനിക്കൊരു 50,000 രൂപ കിട്ടിയാൽ എൻ്റെ അടുക്കള ഒരു പുരയിടം വിൽക്കാനുണ്ട്. എനിക്ക് അടുക്കളയൊക്കെ അങ്ങോട്ടൊന്ന് മാറ്റി പണിയാനൊക്കും. എന്നെ ഒന്ന് സഹായിച്ചാൽ ഉപകാരമായി. 50,000 രൂപ. ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്കൊക്കെ നോക്കിയപ്പം ഒരു 50,000 രൂപയുണ്ട്. ഞാൻ പറഞ്ഞു, ബ്രദർ അങ്ങ് പോയാട്ടെ, പേര് ഞാൻ പറയുന്നില്ല, ബ്രദർ പോയാട്ടെ, ഞാൻ 50,000 രൂപ അയച്ചു തരാം. അടുത്ത ദിവസമാണ് ഞാൻ അറിയുന്നത് അദ്ദേഹം ആ പുരയിടം വാങ്ങിച്ചു. എൻ്റെ പറഞ്ഞ ആൾ പറഞ്ഞു, അദ്ദേഹം വാങ്ങിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ഇനിയും കൊടുക്കണ്ട. പക്ഷേ എൻ്റെ മനസ്സിനകത്തൊരു വിചാരം, ഞാൻ അദ്ദേഹത്തിൻ്റെ ഒക്കെ വാക്ക് പറഞ്ഞതാണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചോ പറഞ്ഞു, ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞു, പക്ഷേ എനിക്കിനി അതുണ്ടെങ്കിൽ അടുക്കളയോടെ പണിയാനൊക്കത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. ഞാൻ ആ രൂപ കൊടുത്തു. എന്താ കാര്യം? ഞാൻ വാക്ക് പറഞ്ഞതാണ്. ഞാൻ കട്ടറായി ചെന്നു. ആദ്യകാലത്ത് അവിടെ ഒരു തുണ്ട് ഭൂമി വാങ്ങിച്ചു, 4 ഏക്കർ ഭൂമി വാങ്ങിച്ചു. വഴിയില്ല. ഞാനീ പറഞ്ഞു നോക്കണം. ഒരു തുണ്ട് ഭൂമി വാങ്ങിച്ചു, വഴിയില്ല. വഴി അപ്പുറത്തൊരാൾക്കുള്ള പുരയിടമുണ്ട്. അയാൾ ഭൂമി വഴി തരുത്തുന്നു. എനിക്ക് ഇതിലേക്കൂടെ പോയിട്ട് ഇതിലേക്കൂടെ കയറി വരണം. അതിലേക്കൂടെ ഇഷ്ടികയൊക്കെ കൊണ്ടുവന്ന കഴുതപ്പുറത്ത് കൊണ്ടുവരണം. കാരണം റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇതിലേക്കൂടെ കൊണ്ടുവരണം. ഒത്തിരി രൂപ ചിലവാകും. അപ്പം ഞാൻ ഈ മനുഷ്യൻ്റെ കറ്റ പറഞ്ഞാൽ തരത്തില്ല. കാരണം തന്നു കഴിഞ്ഞാൽ എൻ്റെ പുരയിടം 2 ഇങ്ങനെ നെടുനീളത്തിൽ കിടക്കുക. അത് 2 പോവും. അപ്പുറത്തെ പുരയിടം പിന്നെ ആരും വാങ്ങിക്കത്തില്ല. ഇപ്പുറത്ത് കൂടുതൽ ഭൂമിയുണ്ട്. അയാൾ പറഞ്ഞത് ശരിയാണ്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാനൊരു ദിവസം പുരയിടത്തിൽ നിൽക്കുന്ന സമയത്ത് ഏതാണ്ടൊക്കെ നടാനായിട്ട് നിൽക്കുകയാണ്. അയാൾ അതിലേക്കൂടെ പോന്നു. എൻ്റെ ഒക്കെ ചോദിച്ചു, എന്നാ കെട്ടിടം പണി തുടങ്ങുന്നത്? ഞാൻ പറഞ്ഞു, വഴിയില്ലല്ലോ. അയാൾ അബദ്ധവശാൽ പറഞ്ഞു, ഒരു കാര്യം ചെയ്തു, ഇവിടോട്ടൊരു വഴിയിട്ടു, എന്നെ കണ്ട് സംസാരിച്ചാട്ടെ, ഞാൻ വഴി തരാം. പിന്നെ ഞാനും വേറൊരു ബ്രാഹ്മണനും കൂടെ അയാളെ കാണാൻ ചെന്നു. അയാൾ പറഞ്ഞു, ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എൻ്റെ പുരയിടം 2 കഷ്ണമാക്കി. അയാൾ പറഞ്ഞ വാക്കാണ്, എൻ്റെ നാവിൽ നിന്ന് വരുന്ന വാക്ക് ഞാൻ ഒരിക്കലും മുറിക്കത്തില്ല. അതെനിക്ക് ഭൂമിയാണ്. ദൈവം ചെയ്തതാണ്. അങ്ങനെയുള്ള ഒരു ബിസിനസ്സുകാരൻ ബ്രാഹ്മണൻ അങ്ങനെ പറഞ്ഞെങ്കിൽ അയാൾ പൂജാരിയാണ്. ഞാനും നീയും പറയുന്ന വാക്കും മാറ്റരുത്. അഥവാ മാറ്റേണ്ടി വന്നാൽ ചെന്ന് ക്ഷമ ചോദിച്ചിട്ട്, എവിടെ എഴുതിയിരിക്കുന്നത്? സദൃശവാക്യം 6:1 മുതൽ 3 വരെ ചെന്ന് പറയാം, എന്നെക്കൊണ്ട് ചെയ്യാൻ നിവൃത്തിയില്ല, ക്ഷമിക്കണം.
അല്ലെങ്കിൽ ചെയ്യണം. എൻ്റെ വിഷയം അതല്ല. മനുഷ്യൻ വാക്ക് മാറുന്നില്ലെങ്കിൽ എൻ്റെ ദൈവം വാക്ക് മാറുമോ? ഇല്ല, ഞാൻ വാക്ക് മാറിയില്ല. 50,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ശരിയല്ലെങ്കിലും ഞാൻ അതിനകത്തൊരു ഒരു 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 കാരണം കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് രൂപ കൊടുത്തു. എൻ്റെ ദൈവം വാക്ക് പറഞ്ഞെങ്കിൽ അവൻ വാക്ക് മാറത്തില്ല. യേശു നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് വിശ്വസിക്കുക. നാളെ മറ്റൊരു നാള് ദൈവം നിനക്ക് വേണ്ടി ചെയ്യും. നിന്റെ അത്ഭുതം വരുന്നുണ്ടാവും. ഓറൽ റോബർട്ട്സിൻ്റെ ഒരു കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അത്ഭുതങ്ങൾ ആദ്യം ചെയ്ത തുടങ്ങിയ മനുഷ്യരിൽ ഒരാളാണ് ഓറൽ റോബർട്ട്സ്. എ അലൻ ഓറൽ റോബർട്ട്സ്. അലനാണ് ആദ്യം, പിന്നീട് ഓറൽ റോബർട്ട്സ്. ഓറൽ റോബർട്ട്സിൻ്റെ ഇപ്പുറം സുപ്രസിദ്ധമായൊരു കഥയുണ്ട്. എൻ്റെ മോൻ ഓറൽ റോബർട്ട്സിൻ്റെ അവിടെ പഠിച്ചപ്പോൾ ഓറൽ റോബർട്ട്സ് പറയുന്നത് കേട്ടതാണ്, പുസ്തകത്തിലൊക്കെ ഉണ്ട്. അദ്ദേഹം ഒരു ദിവസം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ക്ഷീണിച്ചു, കോട്ടെടുത്ത് തോളയിലിട്ടു, പ്ലാറ്റ്ഫോമിൻ്റെ അതിലേക്കൂടി ഇങ്ങനെ വരികയാണ്. മുമ്പിൽ കൂടെ പോകാനൊക്കത്തിൽ ആളുകൾ ചുറ്റും. അതുകൊണ്ട് ഇതുവഴി ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞ് കൊടുത്തിട്ട് അവിടെ ഒരു കൊച്ചൻ അവിടെ ഒരു കസേരയിലിരിക്കുന്നു. ആ കൊച്ചനെ ശ്രദ്ധിച്ചു. അവൻ്റെ ഇടത്തുവശത്ത് സൈഡിലായിട്ട് ഒരു പെയർ പുതിയ ഷൂസുമുണ്ട്, ഒരു ജോഡി. അദ്ദേഹത്തിന് തിരികെ വന്നു ചോദിച്ചു, മോനെ കുഞ്ഞെ നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഇതിൽ കൂടെ ഓറൽ റോബർട്ട്സ് വരും. എൻ്റെ ഒരു കാലിന് 6 ഇഞ്ച് നീളം കുറവാണ്. ഓറൽ റോബർട്ട്സ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അന്നേരം എൻ്റെ കാലിന് നീളം വെക്കും. ചോദിച്ചു, ഈ ഷൂസ് എന്തിനാണ് അവിടെ വെച്ചിരിക്കുന്നത്? ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഷൂസ് കണ്ടില്ലേ, പ്രത്യേകിച്ച് ഉണ്ടാക്കിയ ഷൂസാണ്. അദ്ദേഹം പ്രാർത്ഥിച്ചു കഴിയുമ്പം എനിക്ക് കാല് വളർന്നു കഴിയുമ്പം ഷൂസ് വേണ്ടായോ, പുതിയ ഷൂസ്, അത് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വെച്ചിരിക്കുകയാണ്. ഞാൻ നിശ്ചയിച്ചു ഏത് സൈസ് വേണമെന്ന് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വെച്ചിരിക്കുകയാണ്. ഓറൽ റോബർട്ട്സ് ആ പയ്യൻ്റെ വിശ്വാസം കൊണ്ട് പ്രാർത്ഥിച്ചു, കാലിന് നീളം വെച്ചു. അവൻ ആ ഷൂസ് ഇട്ടോടെ ഇറങ്ങിപ്പോയി. നീയും നിൻ്റെ വിശ്വാസം വലിച്ചെടുക്കണം കേട്ടോ, വലിച്ചെടുക്കണം. ഹല്ലേലൂയ. ഇന്ന് വിശ്വസിക്കണം. യേശു എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അവൻ അത് ചെയ്യുമെന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ. ഇനി എത്ര കഥ പറയണം? കഥ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം തീരത്തില്ല, ഒരെണ്ണം മതി. 7ാമത്തെ കാര്യം, ഇമിറ്റേറ്റ്, അനുകരിക്കുക. എബ്രായർ 6:12 നിങ്ങൾ മന്ദതയുള്ളവരെ ആകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും. നേരത്തെ വായിച്ചതാണ്. അനുകരിക്കുക എന്നുള്ള ഇമിറ്റേറ്റ് എന്നുള്ള വാക്കിനകത്ത് ശരിയായിട്ടുള്ള അർത്ഥം വരുന്നില്ല. ഇമിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ അത് ഇമിറ്റേഷനാണ്, ഒറിജിനലുള്ളതല്ല. നിങ്ങൾക്ക് 1 കോടി രൂപ വിലയുള്ള വാച്ചും 60,000 രൂപയ്ക്ക് വാങ്ങിക്കാം. അതതിൻ്റെ പുറത്തെ കേസും മാത്രമേ ഉള്ളൂ. ഹോങ്കോങ്ങിൽ ചെന്നാൽ ഇഷ്ടം പോലെ കിട്ടും, അവിടുത്തെ മാർക്കറ്റിൽ കിട്ടും. ഞാൻ പലപ്പോഴും പോയിട്ടുണ്ട്, എനിക്കറിയാം. ഒരു വിശ്വാസി എൻ്റെയൊക്കെ പറഞ്ഞു, ഇതിൻ്റെ പുറത്തുള്ളത് ആ വില കൂടിയ വാച്ചാണ്, പക്ഷേ അതിനകത്തുള്ളത് സീക്കോയുടെ മെഷീനാണ് അകത്തുള്ളത്, അത് ഇമിറ്റേഷനാണ്. അതുകൊണ്ട് എനിക്ക് ഇമിറ്റേഷൻ എന്നുള്ള വാക്കിനേക്കാൾ കൂടുതൽ ഇഷ്ടം എമുലേറ്റ് എന്നാണ്. EMULAT, എമുലേറ്റ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഒറിജിനലായി തീരുക എന്നുള്ള അർത്ഥം. അത് വേറെ അനുകരിച്ചൊരു ഡ്യൂപ്ലിക്കേറ്റ് ആകുകയല്ല, അതുപോലെ ഒറിജിനലായി തീരുക. ഞാൻ വായിച്ചിട്ടില്ലാത്ത ജീവചരിത്രങ്ങൾ കുറവായിരിക്കും. ഞാൻ അവരെ വിശ്വാസത്തിൽ അനുകരിക്കും, എമുലേറ്റ് ചെയ്യും. ബില്ലിഗ്രാമിൻ്റെ കഥ ഞാൻ പറഞ്ഞല്ലോ. ബില്ലിഗ്രാം ഒരു ദിവസം പറഞ്ഞു, ഞാൻ ഈ വേദപുസ്തകം പറയുന്നത് ഇതുപോലെ തന്നെ വിശ്വസിക്കും. ഞാനും വേദപുസ്തകത്തിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഈ വേദപുസ്തകത്തിൽ പറയുന്നത് അതുപോലെ വിശ്വസിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആയിരിക്കത്തിൽ ചില ഇച്ചിരി വ്യത്യാസം കാണും, അത് പകർത്തി എഴുതിയപ്പോൾ പറ്റിയ തകരാറായിരിക്കും, പക്ഷേ അതുകൊണ്ട് ഞാൻ അതുപോലെ തന്നെ വിശ്വസിക്കും. വില്യം ബൂത്ത്, അദ്ദേഹത്തിൻ്റെ കണ്ണിന് ഓപ്പറേഷൻ നടന്നു, അതോ മരുന്നിട്ടോ എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹം കിടക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കരയാൻ പാടില്ല. അദ്ദേഹം മുറിയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്പുറത്തൂടെ ആളുകൾ ജോലിക്ക് പോവാണ്, രാവിലെ ജോലിക്ക് പോകുന്നു, വൈകിട്ട് വരുന്നു. അദ്ദേഹം കരഞ്ഞു, കരയാൻ പാടില്ലാത്തിടത്തും കരഞ്ഞു. ഞാനും ന്യൂഡൽഹിയിലുള്ള റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കും. അവിടെ പണ്ട് 13 പ്ലാറ്റ്ഫോമായിരുന്നു, ഇപ്പോൾ 18 കണ്ടുണ്ട്. ഞാൻ ഈ 1ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ പോയി നിൽക്കും. അവിടെയാണ് കൂടുതൽ ആളുകൾ വരുന്നത്. ആളുകൾ ഇങ്ങനെ വരുമ്പോൾ ഓരോ ഇഞ്ചായിട്ടാണ് ആളുകൾ നീങ്ങി വരുന്നത്, ഓരോ ഇഞ്ചും. കാരണം 5ഉം 6ഉം ട്രെയിനാണ് ഒന്നിച്ച് വരുന്നത്. അവർ വരും, ഞാൻ അവിടെ നിന്നുകൊണ്ട് കരയും, അവരെല്ലാം നരകത്തിലേക്ക് പോവുകയില്ലയോ എൻ്റെ കർത്താവെ, 10,000 പേര് പോകുമ്പോഴും അതിനകത്തൊരു വിശ്വാസി കാണത്തില്ല, ഞാൻ അവിടുന്ന് കരയും. വില്യം ബൂത്തിൽ നിന്ന് പഠിച്ചതാണ്. T.L. ഓസ്ബോൺ എന്ന് പറയുന്ന ദൈവദാസൻ, അദ്ദേഹം പ്രാർത്ഥിക്കും, പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റിവെക്കും. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു P.P. ജോബ്, ഇന്ത്യയിലെ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. ആർക്കെങ്കിലുമൊക്കെ മൈക്ക് സെറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ, ട്രാക്റ്റ് കൊടുക്കാൻ, അതൊക്കെ P.P. ജോബിൻ്റെ ജോലിയായിരുന്നു.
പി ജെ ഒരിക്കലും ടി എൽ ഓസ്മോണിനെ കണ്ടിട്ടില്ല. റിച്ചാർഡ് ഉംബ്രാൻഡിൻ്റെ ആളായതുകൊണ്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ചതാണ്. ആ ഇടയ്ക്കാണ് പി ജോ, അദ്ദേഹം ഒക്കെ നേരിട്ട് പറഞ്ഞാണ്. പി ജോ അമേരിക്കയിൽ പോയി അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് എഴുതി, ഞാൻ വരുന്നുണ്ട്. അയ്യോ, ടി എൽ ഓസ്മോൺ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടില്ലല്ലോ, വരണം, ഇവിടെ വന്നിട്ടേ പോകാവൂ. അദ്ദേഹം അവിടെ ചെന്നു, ഓഫീസിൽ ചെന്നു, പറഞ്ഞു അദ്ദേഹം പ്രാർത്ഥിക്കുവാണ്, അതുകൊണ്ട് പ്രാർത്ഥന കഴിയുമ്പോൾ അറിഞ്ഞ് അവിടെ ഇരിക്കുക. അല്ലല്ലോ, അങ്ങനെയല്ല. അദ്ദേഹം പ്രാർത്ഥിക്കാനായിട്ട് ആരും അറിയാത്തതായിട്ടുള്ള ഒരു ഗസ്റ്റ് ഹൗസിൽ പോയി താമസിക്കുകയാണ്. 50 ഏക്കറിനകത്തുള്ള ഒരു ഗസ്റ്റ് ഹൗസിൽ പോയി താമസിക്കുകയാണ്. എനിക്കറിയാം, ഞാൻ അങ്ങനെയുള്ള ഗസ്റ്റ് ഹൗസ് കണ്ടിട്ടുണ്ടാവും. പ്രാർത്ഥനാ ഗോപുരം എന്ന് പറയും. അവിടെ പോയിരിക്കുകയാണ്. അദ്ദേഹം ബൈബിൾ പ്രാർത്ഥിക്കുകയാണ്. ഭാഷാലുള്ള നാളെ വരെ ഇല്ല. അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത് വരെ വെളിയിൽ വരത്തില്ല. അദ്ദേഹത്തിൻ്റെ നമ്പർ എനിക്കും അദ്ദേഹത്തിൻ്റെ മകൾക്കും മാത്രമേ അറിയത്തുള്ളൂ. അവിടെ ഫോണുണ്ട്, ലാൻഡ് ഫോണുണ്ട്. ഞാൻ അങ്ങനെയുള്ള താമസിച്ചിട്ടുണ്ട്, ഫോണിനകത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വരണം. എല്ലാ ദിവസവും ബിബിയോടെ ചെല്ലും, പറയും വന്നിട്ടില്ല. ഒരു ദിവസം പറഞ്ഞ് എനിക്ക് തിരിച്ചു പോയേക്കത്തുള്ളൂ, ആഴ്ച ഒന്നായല്ലോ. ചിലവെല്ലാം വഹിക്കുന്ന അവരാണെങ്കിലും ഇദ്ദേഹത്തിന് ജോലിയില്ലയോ, പറഞ്ഞ് എനിക്ക് തിരിച്ചു പോയെങ്കിലും ഒക്കത്തുള്ളൂ. പറഞ്ഞ് നാളെ വന്നിട്ട് ഞാൻ ഇവരെ പറയാം. വൈകുന്നേരം ടി എൽ ഓസ്മോൺ ഫോൺ ചെയ്ത സമയത്ത് പറഞ്ഞു, പി ജോവിന് തിരികെ പോകണമെന്ന്. ടി എൽ ഓസ്മോൺ പറഞ്ഞത് കേട്ടാട്ടെ, അദ്ദേഹത്തിന് പോകണമെങ്കിൽ പോകാം, ഞാൻ ദൈവശബ്ദം കേട്ടിട്ടല്ലാതെ ഇവിടെ നിന്ന് വരികയില്ല. അതാണ് പ്രാർത്ഥന, ദൈവശബ്ദം കേൾക്കുന്നത് വരെ. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നില്ല, പക്ഷേ എങ്കിലും വർഷത്തിൽ ഞാൻ 10 ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ നിന്ന് കേൾക്കും. എന്താണ്? ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ. സാമുവൽ മോറിസിനെ പറ്റി ഞാൻ കേട്ടു. അതിൻ്റെ പുസ്തകം ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുന്നെങ്കിൽ വാങ്ങിച്ച് വായിക്കണം. TPM-കാർ ഞാൻ $250 കൊടുത്തെന്ന് വെച്ചാണ് അതിൻ്റെ അനുവാദം വാങ്ങിച്ചത്. TPM-കാർ ബില്ലി ഗ്രാമിൻ്റെ ഒരു ആർട്ടിക്കിൾ പോലും പബ്ലിഷ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സാമുവൽ മോറിസിൻ്റെ പുസ്തകം ഞാൻ അച്ചടിച്ചതുപോലെ തന്നെ അവർ അച്ചടിച്ചു കൊടുത്തു. എന്താ കാര്യം? അസാധാരണമായൊരു പുസ്തകം. ഒരു കാപ്പിരി ആഫ്രിക്കക്കാരൻ പയ്യൻ. സാഹിബ്മാർ കാപ്പിരികളെ ബസ്സിനകത്ത് പോലും കയറ്റത്തില്ല, ഹോട്ടലിൽ പോലും കയറ്റത്തില്ല. ബസ്സിനകത്ത് ചെന്നാലും പുറകിനകത്ത് സീറ്റിനകത്ത് ഇരിക്കണം. ആ സമയത്ത് മനുഷ്യൻ ഇംഗ്ലണ്ടിലാണ് അമേരിക്ക, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പ്രസംഗിക്കാനായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകളെല്ലാം താഴെ വീണു. പ്രസംഗിച്ചാൽ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അവർ ഫാദർ ഇൻ ഹെവൻ എന്ന് പറഞ്ഞ് ആളുകൾ താഴെ വീണു. ദൈവത്തിൻ്റെ അസാധാരണമായ ശക്തി, ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് അനോയിൻറ്റിങ് എനിക്കും നിനക്കും ആവശ്യം. അതാണ് പ്രേയിങ് ഹൈഡിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജോൺ ഹൈഡ് വായിക്കണം, അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിക്കണം, പ്രേയിങ് ഹൈഡ്. ഹല്ലേലൂയ. അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്ന് യാത്ര തിരിക്കുന്ന സമയത്ത് ആരാണ്ട് ഒരു കടലാസ് കൊടുത്തു. അദ്ദേഹം വിചാരിച്ചു എന്തുവാ, ഏതാണ്ട് വാഗ്ദത്ത വചനമായിരിക്കും. കപ്പലിനകത്തിരുന്നുകൊണ്ട് അദ്ദേഹം വായിച്ചു. അതിനകത്ത് എഴുതിയിരുന്നു, പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. അദ്ദേഹം വിചാരിച്ചു അവരെന്തോ വിചാരിക്കും, എനിക്ക് പരിശുദ്ധാത്മാവിട്ടാണ് ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ മിഷണറിയായിട്ട് വരുന്നതാണ്. പക്ഷേ തിരിച്ച് ഇന്ത്യയിൽ വന്ന് ലാൻഡ് ചെയ്തു. പാകിസ്ഥാൻ ഇന്ത്യ ഒന്നിച്ചാണ്. അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. പെട്ടെന്ന് തോന്നി ഇതിനകത്ത് ഏതാണ്ട് ആ പറഞ്ഞത് ദൈവം പറഞ്ഞതുപോലെ തോന്നി. അദ്ദേഹം അവിടെ ഇരുന്നോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, എനിക്ക് നിൻ്റെ ആത്മാവിനെ തരണം, പരിശുദ്ധാത്മാവിനെ തരണം, ഈ പറഞ്ഞിരിക്കുന്നത് പോലെ തരണം. അദ്ദേഹം ദിവസം ഒരാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചു. 365 പേര് ആ വർഷം രക്ഷിക്കപ്പെട്ടു. അടുത്ത വർഷം പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് 4 ആത്മാക്കളെ തരണമേ. അദ്ദേഹം പ്രസംഗിക്കത്തില്ല. ആളുകൾ പ്രസംഗിക്കുന്ന സമയത്ത് അദ്ദേഹം കട്ടൻ്റെ പുറകിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവസാനം അദ്ദേഹത്തിന് ഒരു ദിവസം 4 ആത്മാക്കളെ വെച്ച് കിട്ടി. അദ്ദേഹം രോഗിയായി. അദ്ദേഹം തിരികെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. ഡോക്ടർമാർക്ക് സംശയമായി, ഇത്ര ആരോഗ്യമുള്ള മനുഷ്യൻ ഈ യൗവനകാലത്ത് എങ്ങനെ മരിച്ചു? അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഓപ്പറേറ്റ് ചെയ്ത് നെഞ്ചു തുറന്നിട്ട് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടത്തുവശത്തുണ്ടായിരുന്ന ഹാർട്ട് നീങ്ങിയിരിക്കുന്നു. അങ്ങനെയല്ല ജനിച്ചത്. ഡോക്ടർമാർക്ക് മനസ്സിലായി, ഇത് നീങ്ങിയിരിക്കുകയാണ്, പതുക്കെ നീങ്ങിയിരിക്കുകയാണ്. പറയുന്നത് കേട്ടാട്ടെ, അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം ചലിച്ചു. അദ്ദേഹത്തിൻ്റെ ഹൃദയം ചലിച്ച പ്രാർത്ഥന കേട്ടപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയവും ചലിച്ചു. അദ്ദേഹം ചോദിച്ചതുപോലെ 4 ആത്മാക്കളെ കിട്ടി. നിങ്ങൾക്കറിയാമോ, പഞ്ചാബിലുള്ള ഒത്തിരി ക്രിസ്ത്യാനികളൊക്കെ ഉണ്ടായത്, അവിടെ വല്യപ്പച്ചന്മാരുണ്ടായത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ്. ഞാനും തീരുമാനിച്ചു, ഞാനും പ്രാർത്ഥിക്കും. 5 മണിക്ക് എഴുന്നേക്കും, പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഡേവിഡ് ബ്രെയ്നാർഡ് എന്ന് പറയുന്ന ദൈവദാസൻ, 18 അധികം പേരും വായിച്ചിട്ടില്ലാത്തൊരു ജീവചരിത്രമാണ്. ഞാൻ വായിച്ചിട്ടുണ്ട്. ഡേവിഡ് ബ്രെയ്നാർഡിൻ്റെ ജീവിതത്തിലൊക്കെ പറഞ്ഞു, 18ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പ്രസ്ബിറ്റേറിയൻ മനുഷ്യനാണ്. ഹല്ലേലൂയ. അദ്ദേഹം കുതിരപ്പുറത്തിരുന്നുകൊണ്ട് ക്ഷയരോഗിയാണ്. ചുമച്ച് ചോര തുപ്പിക്കൊണ്ടും കുതിരപ്പുറത്തിരുന്നുകൊണ്ടും വേദപുസ്തകം വായിച്ചു. ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചിട്ടുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം. ഞാനും തീരുമാനിച്ചു, കാശ്മീർ മുതൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ അടുത്ത വർഷം ഇന്ത്യയിലെ 29 സ്റ്റേറ്റിലും പോകും. ഡേവിഡ് ബ്രെയ്നാർഡ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം എനിക്ക് ശക്തി പകരുന്നതാണ്. ജോൺ എലിയറ്റ് ഔക്കാസ്മാരുടെ ഇടയിൽ പ്രവർത്തിച്ചു. 1604 മുതൽ 1690 വരെ ജീവിച്ചിരുന്ന മനുഷ്യൻ ചെറുപ്പകാലത്ത് മരിച്ചുപോയി.
ഹല്ലേലൂയ. അവകാശങ്ങളിൽ പ്രവർത്തിച്ചു. ഞാനും തീരുമാനിച്ചു, യേശു ക്രിസ്തുവിനെ പറ്റി കേട്ടിട്ടില്ലാത്തവരുടെ പോകും. അതിനുവേണ്ടി ജീവൻ കൊടുക്കേണ്ടി വന്നാലും പോകും. എൻ്റെ മക്കളെ അയക്കേണ്ടി വന്നാലും ഞാൻ അയക്കാം. റവറൻഡ് അസരിയ എന്ന് പറയുന്ന ബിഷപ്പ്, ഹല്ലേലൂയ, അദ്ദേഹം 1912 മുതൽ 1945 വരെ ജീവിച്ചിരുന്ന അസാധാരണമായ ഒരു മനുഷ്യൻ. അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയി പ്രസംഗിച്ച പ്രസംഗ വിഷയം, കാരണം ഇവിടുന്ന് പോകുന്നവരൊക്കെ വിവാഹ ചോദിക്കാൻ പോകുന്നതായിരുന്നു, പ്രത്യേകിച്ച് പഴയ കാലത്ത്. സുവിശേഷം പറയാനും എന്നുള്ളത് വേലയെ പറ്റി പറയണം. അദ്ദേഹം എഴുന്നേറ്റ് വലിയൊരു സുപ്രസിദ്ധമായൊരു പ്രസംഗം പ്രസംഗിച്ചു. ഡോണ്ട് ഗിവ് us മണി, ഗിവ് us റെസ്പെക്ട്. സാഹിബ്മാരെല്ലാം കുലുങ്ങിപ്പോയി കേട്ടോ. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹം പോകുന്ന സഭകൾ, കാരണം ബിഷപ്പ് വരുമ്പോൾ എല്ലാവരും ചെല്ലുന്നവരെ കൊണ്ട് എല്ലാവരെ കൊണ്ടും പറയും, തലയിൽ കൈവച്ചാട്ട് ആശീർവാദം പ്രാപിച്ചാട്ട്. അന്നാണല്ലോ കുർബാന എടുക്കാൻ വരുന്നത് കുഞ്ഞുങ്ങളാണ്. ഫസ്റ്റ് കമ്മ്യൂണിയൻ, ആദ്യത്തെ കുർബാന എടുക്കാൻ വരുന്നത് എല്ലാവർക്കും പറയും കൈവച്ചാട്ടെ, എന്നിട്ട് പറഞ്ഞാട്ടെ, ആളുകളെ കൊണ്ട് പറയിപ്പിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകളെ എനിക്ക് പരിചയമുണ്ട്. മരിച്ചുപോയി. കൈ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ആവർത്തിപ്പിച്ചു, യേശുവേ, ഞാൻ ജ്ഞാനസ്നാനം പ്രാപിച്ച മനുഷ്യനാണ്, ഞാൻ ജ്ഞാനസ്നാനം പ്രാപിച്ച സ്ത്രീയാണ്. ഞാൻ യേശുവിനെ പറ്റി എല്ലാ ദിവസവും ആരോടെങ്കിലും ഒരാളിനോടെങ്കിലും പറയും. ഞാൻ യേശുവിനെ പറ്റി എല്ലാ ദിവസവും ഒരാളിനോടെങ്കിലും പറയും. അഥവാ ഞാൻ പറഞ്ഞില്ല എങ്കിൽ ഈ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ശാപങ്ങളെല്ലാം എൻ്റെ തലമേൽ വരട്ടെ. എനിക്കൊരാഗ്രഹമുണ്ട്, ഇതുപോലൊന്ന് പറയിപ്പിച്ചാൽ കൊള്ളാമെന്ന്. ഞാനും തീരുമാനമെടുത്തു, എല്ലാ ദിവസവും ഒരാളിനോടെങ്കിലും യേശുവിനെ പറ്റി പറയാതെ ഞാൻ മരിക്കത്തില്ല, ഉറങ്ങത്തില്ല. ഇന്നലെ ഞാൻ യാത്ര ചെയ്യുമ്പോഴും എൻ്റെ കയ്യിൽ 10-12 പുസ്തകം ഉണ്ടായിരുന്നു. വിമാനത്തിനകത്താണ് വന്നേ, കാരണം ഇന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്നിവിടെ മീറ്റിംഗ് ഉണ്ട്, മറ്റന്നാൾ വേറൊരു മീറ്റിംഗ് ഉണ്ട്, ട്രെയിനിനകത്ത് വന്ന കാര്യം നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഫ്ലൈറ്റിനകത്താണ് വന്നേ. അന്നേരത്തെ എല്ലാവർക്കും ഞാൻ ഓരോ പുസ്തകം കൊടുത്തു. ചിലർ തിരികെ തന്നു, ഞാൻ കൊടുത്തു. ഒരാൾക്ക് ട്രാക്ട് കൊടുത്തു. എന്താ കാര്യം? ഹല്ലേലൂയ. അസറിയയുടെ പ്രാർത്ഥന എൻ്റെ ഹൃദയത്തിലും കിടപ്പുണ്ട്. ഹല്ലേലൂയ. വാട്ട് ഐ എം ടുഡേ ഈസ് ബിക്കോസ് ഓഫ് ദ ലൈഫ് സ്റ്റോറീസ് ഐ ഹാവ് റെഡ്. നിങ്ങൾക്കൊരു ഉപദേശം തരട്ടെ. എമുലേറ്റ്, അവരെ അനുകരിക്കുക, അവരുടെ ഒറിജിനലായി തീരുക. ഇവയൊക്കെ ജീവിതം വായിച്ചിട്ട് കേട്ടോ. ഹല്ലേലൂയ. വേദപുസ്തകത്തിനകത്തും വേദപുരവഴിയിലും. 8ാമത്തെ കാര്യം, പേ ടുഡേ പ്രാക്ടീസ്. ഇന്ന് നിന്റെ വിശ്വാസം നീ പ്രാക്ടീസ് ചെയ്യണം. ഒരു ഫലിതം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ 99ാമത്തെ വയസ്സിലെ ബർത്ത്ഡേ പാർട്ടി. എല്ലാവരും വന്നു, എല്ലാവരും 99 വയസ്സല്ലേ, അപ്പച്ചനും വന്നു. അവസാനം ചോദിച്ചു, എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടോ ഇനിയും? എന്തെങ്കിലും ഒരു കാര്യമായ ആഗ്രഹം. അയാൾ പറഞ്ഞു, ഞാൻ ചത്ത് പെട്ടിക്കകത്ത് കിടക്കുമ്പോൾ ആരെങ്കിലും പറയാം, ആൾ എഴുന്നേറ്റിടാന്ന് പറയണം. നിന്റെ ഭാവന മരിക്കരുത്. നീ ഒരു ഭാവനയുള്ള മനുഷ്യനായിരിക്കണം. എൻ്റെ കൂടെയുള്ള ഞങ്ങളുടെ ടീമിൻ്റെ ലീഡർ, പ്രസിഡന്റ് ഷാജി വർഗീസ് ഇങ്ങനെ പറയും, എ ഡേ വിത്തൗട്ട് എ മിറക്കിൾ ഈസ് എ ബോറിംഗ് ഡേ. ഒരു അത്ഭുതം കാണാത്ത ഒരു ദിവസം ഒരു ബോറിംഗ് ഡേ ആയിരിക്കണം. ഹല്ലേലൂയ. എൻ്റെ ഏറ്റവും വലിയ പരീക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്കൊരു ബ്ലൂ ബട്ടൺ കിട്ടിയത് വലിയ പരീക്ഷണമാണ്. ഞാൻ ഷോളാപ്പൂരിൽ നിന്ന് കല്യാണിലേക്ക് പോകുമ്പോൾ എൻ്റെ താഴ് പൊട്ടി വീണത് വലിയൊരു പരീക്ഷണമാണ്. എനിക്ക് വണ്ടിയില്ലാതിരിക്കുന്ന സമയത്ത് ഒരു മഹീന്ദ്ര ജീപ്പ് 7 സീറ്റുള്ള ഒരു വണ്ടി, ആ കമ്പനിക്കാരുണ്ടാക്കിയ അവസാനത്തെ വണ്ടി എനിക്ക് കിട്ടി. ഞാൻ അതാണ് പ്രാർത്ഥിച്ചത്. കർത്താവ്, യെല്ലോ കളർ 7 പേർക്ക് ഇരിക്കാവുന്ന മഹീന്ദ്ര ജീപ്പ് വേണം. അവരുണ്ടാക്കിയ അവസാനത്തെ ജീപ്പ് യെല്ലോ കളറായിരുന്നു. ഹല്ലേലൂയ, എനിക്ക് കിട്ടി. ഹല്ലേലൂയ. ഇനി ഒരത്ഭുതം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അടുത്തത് നിങ്ങളുടെ അത്ഭുതമാണ്. എന്താണ് നിങ്ങളുടെ അത്ഭുതം? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്താണ്? ഹല്ലേലൂയ. ഞാൻ ഈ മഹീന്ദ്ര ജീപ്പ് കിട്ടിയതുപോലെ, ഈ ബ്ലൂ ബട്ടൺ കിട്ടിയതുപോലെ തന്നെ, എൻ്റെ ഷോളാപ്പൂരിൽ വെച്ച് എൻ്റെ താഴെ പൊട്ടി എൻ്റെ കയ്യിൽ വീണതുപോലെ അടുത്ത അത്ഭുതം നിങ്ങളുടെ ഏതെങ്കിലും പൊട്ടാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിനക്കില്ലാതെ ഇരുന്ന ഒരു കാര്യം നിനക്ക് വേണ്ടി ദൈവം തരാൻ പോകുന്നതാണ്. എന്താണ് നിനക്ക് കുഞ്ഞുങ്ങളുടെ ഉണ്ടാകത്തുള്ള ഡോക്ടർമാർ എഴുതി തന്നതായിരിക്കാം. ഹല്ലേലൂയ. ഞാൻ ഒപ്പിട്ട് തരാൻ പോവാണ്. നിനക്ക് അടുത്തുണ്ടാകുന്ന ആൺകൊച്ചായിരിക്കട്ടെ, ആണായാലും പെണ്ണായാലും ഒരുപോലെ, പക്ഷേ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ആൺകുഞ്ഞിനെ കർത്താവ് നിനക്ക് തരാൻ പോവാണ്. നിനക്കൊരു മുറി കൂടെ തരാൻ പോവുകയാണ്. നിനക്ക് കുറച്ചുകൂടെ പഠിക്കാൻ ബുദ്ധി തരാൻ പോവുകയാണ്. നിനക്കൊരു ഡിഗ്രി കൂടെ തരാൻ പോവുകയാണ്. നിന്റെ പേഴ്സിനകത്ത് രൂപ തരാൻ പോവുകയാണ്. നിന്റെ ഫീസ് തരാൻ പോവുകയാണ്. നിന്റെ സ്വർഗസ്ഥനായ ദൈവം, ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവെ, അവർക്ക് നീ കാര്യം സാധിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം ഉണ്ടാകട്ടെ, ദൈവത്തിൻ്റെ കൃപയുണ്ടാകട്ടെ. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഒരു മഹാത്ഭുതം അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണമേ. അടുത്ത അത്ഭുതം അവരുടേതായിരിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളുടെ അത്ഭുതം വരുന്നുണ്ട്. അത്ഭുതത്തിൻ്റെ കുളമ്പടി ശബ്ദം ഞാൻ കേൾക്കട്ടെ. കുളമ്പടി ശബ്ദം വരികയാണ്. നിങ്ങളെ തേടി വരുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ വന്നു കയറും, നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കയറും. കർത്താവിനെ അനുഗ്രഹിക്കപ്പെടും.
അത് കഴിയുമ്പോൾ എന്നെ എഴുതി അയക്കാൻ മറക്കരുത്. ഞാൻ നിങ്ങളോടൊപ്പം സന്തോഷിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹത്തിൻ്റെ കുളമ്പടി ശബ്ദം ഞാൻ കേൾക്കുന്നു. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുക തന്നെയും. ഗോഡ് ബ്ലസ് യു. അടുത്ത ആഴ്ച വീണ്ടും കാണാം.